നെക്സ്റ്റ് ടോപ്പിക് റിപ്പയർ ഓർ ക്ലോഷർ. അതായത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പറയുന്ന സാധനം ഇപ്പോഴാണ് നമ്മളിനി പഠിക്കാൻ പോകുന്നത്. കാരണം നമ്മൾ എക്സിഷൻ പറയുന്ന സമയത്ത് പറഞ്ഞു ഡീബ്രൈഡ്മെൻറ്റ്, അങ്ങനെ പല സ്ഥലങ്ങളിലും സിമ്പിൾ റിപ്പയർ, കോംപ്ലക്സ് റിപ്പയർ, ഇൻ്റർമീഡിയറ്റ് റിപ്പയർ എന്നൊക്കെ നമ്മൾ പല സ്ഥലങ്ങളിലും ടച്ച് ചെയ്ത് പോയി. അപ്പം അതിൻ്റെ മെയിൻ സംഗതി നമ്മൾ പഠിക്കുന്നത് ഇപ്പോഴാണ്. കണ്ടോ, അതായത് നമ്മൾ ഓരോ കാര്യം പഠിക്കുമ്പോഴും, അതായത് ഇപ്പോൾ നമ്മളൊരു ടോപ്പിക്ക് പഠിക്കുമ്പോൾ നമുക്ക് ആ ടോപ്പിക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കില്ല, ചിലപ്പോൾ എല്ലാം കൂടെ മിക്സ് ചെയ്ത ക്വസ്റ്റ്യൻ ആയിരിക്കും വരുന്നത്. അതായത് ഒരു പ്രൊസീജിയർ ചെയ്യുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ എല്ലാം കൂടെ ഒരുമിച്ചായിരിക്കും ചെയ്യുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, അതിനെ ബേസ് ചെയ്തിട്ട് വേണം നമ്മൾ ആൻസർ അല്ലെങ്കിൽ കോഡ് ഐഡൻറ്റിഫൈ ചെയ്യാൻ. അപ്പം നമ്മൾ ഓരോ ടോപ്പിക്കും നന്നായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾ കോഡ് ചെയ്യാൻ, ആ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് കോഡ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ആൻസർ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഈ സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റിപ്പയർ ഓർ ക്ലോഷർ. അപ്പോൾ റിപ്പയർ നോക്കുമ്പോൾ നിങ്ങൾക്ക് 3 ഹെഡിങ്ങിലായിട്ടായിരിക്കും റിപ്പയർ കിടക്കുന്നത്. ദാറ്റ് ഈസ് സിമ്പിൾ, കോഡ് റേഞ്ച് 120012 12021, then intermediate 120312 12057, complex repair 131002 13160. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ നിങ്ങൾ കോഡ് ബുക്ക് ഓപ്പൺ ചെയ്യുക. ഇതൊക്കെ കറക്റ്റ് തന്നെയാണോ എന്ന് നിങ്ങൾ കോഡ് ബുക്ക് നോക്കി നിങ്ങൾ തന്നെ സ്വയം ഒന്ന് വെരിഫൈ ചെയ്യുക. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ എക്സാമ്പിൾസ് ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പ് ഇതിൽ നമ്മൾ ഒത്തിരി കാര്യങ്ങൾ മനസ്സിലാക്കണം. അങ്ങനെ മനസ്സിലാക്കിയാൽ മാത്രമേ എങ്ങനെ നമുക്ക് സിമ്പിളായിട്ട് എടുക്കാം, എങ്ങനെ ഇൻ്റർമീഡിയറ്റ് ആയിട്ട് എടുക്കാം, കോംപ്ലക്സ് എടുക്കാനായിട്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം നമുക്ക് ആ കാര്യങ്ങളിലേക്ക് പോവാം. അപ്പം റിപ്പയർ ഓർ ക്ലോഷറിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, യൂസ് ദ കോഡ്സ് ഇൻ ദിസ് സെക്ഷൻ ടു ഡിസിഗ്നേറ്റ് wound closure utilizing suture, staple or tissue adhesive. Example, to cyanoacrylate either singly or in combination with each other or in combination with adhesive strips. മനസ്സിലാക്കുക. അതായത് ക്ലോഷർ അല്ലെങ്കിൽ റിപ്പയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് നമ്മൾ സ്കിന്നിൽ ഇൻസിഷൻ ഇട്ടാൽ അതിനെ തുന്നി ചേർക്കുന്ന പരിപാടിയാണ് റിപ്പയർ അല്ലെങ്കിൽ ക്ലോഷർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ റിപ്പയർ അല്ലെങ്കിൽ ക്ലോഷർ ചെയ്യുന്നത് സ്യൂച്ചർ വെച്ചിട്ടാകാം. സ്യൂച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂചി നൂലും, അതായത് നമ്മുടെ നൂലില്ലേ, ആ സാധനമാണ് സ്യൂച്ചർ. ഐ മീൻ അതിന് വേണ്ടി മാത്രം, മെഡിക്കലി വേണ്ടി മാത്രമുള്ള സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ത്രെഡുകൾ അവൈലബിൾ ആണ്. അതിനെ കളക്റ്റീവായിട്ട് പറയുന്ന പേര് സ്യൂച്ചർ. അല്ലെങ്കിൽ സ്റ്റേപ്പിൾസ് അടിക്കും, സ്റ്റാപ്ലർ അടിക്കുന്ന ഇപ്പോഴത്തെ ടെക്നിക്കാണ്. അല്ലെങ്കിൽ ടിഷ്യൂ അഡ്ഹസീവ്, ദാറ്റ് ഈസ് എക്സാമ്പിൾ ടു സയാനോ അക്രൈലേറ്റ്. അഡ്ഹസീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടിക്കുന്ന സാധനം, അതായത് നമ്മൾ ഗ്ലൂ കേട്ടോ. അതായത് വൂണ്ടൊക്കെ ഇപ്പം ക്ലോസ് ചെയ്യുന്നത് ഗ്ലൂ വെച്ചിട്ടാണ്. ഇപ്പം സ്യൂച്ചർ ഇടേണ്ട കാര്യമോ സ്റ്റാപ്പിൾ അടിക്കേണ്ട കാര്യമോ ഒന്നുമില്ല. ഏതർ സിംഗിളി ഓർ ഇൻ കോമ്പിനേഷൻ വിത്ത് ഈച്ച് അതർ. ഒന്നെങ്കിൽ എന്ത് ചെയ്യും, ഇതിൻ്റെ കോമ്പിനേഷനൊക്കെ ആയിരിക്കും. സ്യൂച്ചർ ഇട്ടിട്ട് ചിലപ്പോൾ എന്തെങ്കിലും പശ വെച്ച് ഒട്ടിക്കാം, അല്ലെങ്കിൽ സ്റ്റാപ്പിൾ ഇട്ടിട്ട് പശ ചെയ്ത് ഒട്ടിക്കാം, അല്ലെങ്കിൽ സ്യൂച്ചർ ഇട്ടിട്ട് സ്റ്റാപ്ലറും കൂടെ അടിക്കാം. അങ്ങനെ പല കോമ്പിനേഷൻസും ഫിസിഷ്യൻ്റെ ഇൻട്രസ്റ്റ് പോലെ ഇരിക്കും. ഓർ ഇൻ കോമ്പിനേഷൻ വിത്ത് അഡ്ഹസീവ് സ്ട്രിപ്സ്, അല്ലെങ്കിൽ അഡ്ഹസീവ് സ്ട്രിപ്സ് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാറുണ്ട്, ഇത് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ നമുക്ക് അഡ്ഹസീവ് സ്ട്രിപ്സൊക്കെ നമുക്ക് എന്താണെന്ന് നിങ്ങൾ ഗൂഗിളിലോ യൂട്യൂബിലോ നോക്കുന്നതായിരിക്കും നല്ലത്. കാരണം ആ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ തന്നെ ഞെട്ടിപ്പോകുമ്പോൾ ഇങ്ങനത്തെ ടെക്നിക്കുകൾ ഉണ്ടല്ലോ എന്ന്. നമ്മുടെ നാട്ടിൽ ഇതുവരെ ഇതൊന്നും വന്നിട്ടില്ല. മേ ബി മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽസിൽ അവൈലബിൾ ആയിരിക്കാം. ഓക്കെ, ഇനി കെമിക്കൽ കോട്ടറൈസേഷൻ, ഇലക്ട്രോ കോട്ടറൈസേഷൻ ഓർ വൂണ്ട് ക്ലോഷർ യൂട്ടിലൈസിങ് അഡ്ഹസീവ് സ്ട്രിപ്സ് ആസ് ദ സോൾ റിപ്പയർ മെറ്റീരിയൽ ആർ ഇൻക്ലൂഡഡ് ഇൻ ദ അപ്രോപ്രിയേറ്റ് ENM കോഡ്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ കോട്ടറൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നമുക്കറിയാം വൂണ്ട് ഉണ്ടാവുമ്പോൾ ബ്ലഡ് പുറത്തേക്ക് വരും. ഈ ബ്ലഡ് പുറത്തേക്ക് വരിക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ബ്ലഡ് വെസൽ കട്ടാകുമ്പോഴാണ് ഈ ബ്ലഡ് പുറത്തേക്ക് വരുന്നത്. അപ്പോൾ ഈ ബ്ലഡ് വെസൽ നോക്കി ഇവരെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പോർഷൻ ഇങ്ങനെ കെമിക്കൽ യൂസ് ചെയ്ത് കരിച്ച് കളയും, അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ എനർജി യൂസ് ചെയ്ത് കരിച്ച് കളയും. അപ്പോൾ ആ ഒരു പോർഷൻ അടഞ്ഞിരിക്കുമ്പോൾ ബ്ലഡ് പുറത്തേക്ക് വരത്തില്ല. അപ്പോൾ അവിടെ അങ്ങനെ ചെയ്തിട്ട് വൂണ്ട് അവരെന്ത് ചെയ്യും, ഈ അഡ്ഹസീവ് സ്ട്രിപ്പ് എന്ന് പറയുന്ന ഒരു മെറ്റീരിയൽ യൂസ് ചെയ്ത് ക്ലോസ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, കോഡ് ചെയ്യാൻ പാടില്ല. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അഡ്ഹസീവ് സ്ട്രിപ്സ് യൂസ് ചെയ്തിട്ട് ക്ലോസ് ചെയ്തു എന്ന് പറഞ്ഞാൽ നമ്മൾ കോഡ് ചെയ്യാറില്ല. ഇമ്പോർട്ടൻ്റ് ആണ്, ഇൻ്റർവ്യൂസിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ സ്യൂച്ചർ, സ്റ്റേപ്പിള് അല്ലെങ്കിൽ ടിഷ്യൂ അഡ്ഹസീവ് ഇത് യൂസ് ചെയ്താൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, കോഡ് ചെയ്യാറുള്ളൂ. ദാറ്റ് ഇസ് സ്യൂച്ചർ, സ്റ്റേപ്പിള്, ടിഷ്യൂ അഡ്ഹസീവ് യൂസ് ചെയ്താൽ മാത്രമേ നമ്മൾ റിപ്പയർ കോഡ് ചെയ്യത്തുള്ളൂ. സിമ്പിളാകാം, ഇൻ്റർമീഡിയറ്റ് ആകാം, കോംപ്ലക്സ് ആകാം, എന്തോ ആയിക്കൊണ്ടോട്ടെ. ഈ ടെക്നിക്ക് യൂസ് ചെയ്താൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യത്തുള്ളൂ, കോഡ് ചെയ്യത്തുള്ളൂ. അഡ്ഹസീവ് സ്ട്രിപ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കോഡ് ചെയ്യത്തില്ല. അതായത് ക്ലോസ് ചെയ്യാൻ മാത്രം അഡ്ഹസീവ് സ്ട്രിപ്സ് യൂസ് ചെയ്തു എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കത്തില്ല. പക്ഷേ ഇതെല്ലാം യൂസ് ചെയ്തതിന് ശേഷം അഡ്ഹസീവ് സ്ട്രിപ്സ് യൂസ് ചെയ്തു എന്ന് പറഞ്ഞാൽ നമ്മൾ അത് കൊടുക്കും. മനസ്സിലാക്കുക. സ്യൂച്ചർ, സ്റ്റാപ്പിള്, ടിഷ്യൂ അഡ്ഹസീവ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ അഡ്ഹസീവ് സ്ട്രിപ്പും കൂടെയൊക്കെ നമുക്ക് കോഡ് ചെയ്യാൻ കുഴപ്പമില്ല. പക്ഷേ അഡ്ഹസീവ് സ്ട്രിപ്സ് യൂസ് ചെയ്ത് മാത്രം
റിപ്പയർ ചെയ്തു എന്ന് പറഞ്ഞാൽ നമ്മൾ കോഡ് ചെയ്യാറില്ല. അത് ENM കോഡിൽ ഇൻക്ലൂഡഡ് ആണ്. ഓക്കെ, ഞാനിവിടെ ENM പറഞ്ഞ് നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നില്ല. ENM സെക്ഷനിൽ ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അത് ENM നന്നായിട്ട് മനസ്സിലായി കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഐഡിയ മനസ്സിലാവും. ENM ചെയ്യുമ്പോൾ പ്രൊസീജിയർ ചെയ്യുന്നത് എങ്ങനെ എന്നുള്ള കാര്യങ്ങൾ നമ്മൾ അവിടെയാണ് ഡിസ്കസ് ചെയ്തത്. ഓക്കെ, ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ്. 2023 അപ്ഡേറ്റ് ആയിട്ടുള്ള ഒരു ഗൈഡ് ലൈൻ ആണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, നന്നായിട്ട് കണ്ട് മനസ്സിലാക്കണം. അപ്പോൾ ഇതൊരു ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻ ആണ്. സിമ്പിൾ റിപ്പയർ കണ്ടോ, ഒരു ലെയർ പോയി, ആ ഒരു ലെയർ മാത്രം ക്ലോസ് ചെയ്തു. ഇൻ്റർമീഡിയറ്റ് റിപ്പയർ കണ്ടോ, ഏറ്റവും മൂന്നാമത്തെ പിക്ക് നോക്കിക്കഴിഞ്ഞാൽ 1 2 3 4 കണ്ടോ, ഇത്രയും ലെയർ ചെയ്തിട്ടുണ്ട്. കോംപ്ലക്സ് ആണെങ്കിൽ പറയേണ്ട കാര്യമില്ല. ഇങ്ങനെ ചന്ന പിന്നെ മുറിഞ്ഞിരിക്കുന്ന സാധനങ്ങളൊക്കെ റിപ്പയർ ചെയ്യുന്നതിനാണ് നമ്മൾ കോംപ്ലക്സ് റിപ്പയർ എന്ന് പറയുന്നത്. നമ്മൾ എപ്പോഴും ഫോക്കസ് ചെയ്യേണ്ടത് സിമ്പിളും ഇൻ്റർമീഡിയറ്റ് ആണ്. അതാണ് മാറി മാറി വന്നുകൊണ്ടിരിക്കുന്നത്. അതാണ് നമ്മൾ പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് ഗൈഡ് ലൈൻസും കുറച്ച് ഡെഫിനിഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് അതിലേക്ക് പോവാം. അപ്പോൾ റിപ്പയർ ഓഫ് വൂണ്ട്സ് മേ ബി ക്ലാസിഫൈഡ് ആസ് സിമ്പിൾ, ഇൻ്റർമീഡിയറ്റ്, കോംപ്ലക്സ്. അതായത് നമ്മൾ വൂണ്ട് റിപ്പയർ സിമ്പിൾ ഉണ്ട്, ഇൻ്റർമീഡിയറ്റ് ഉണ്ട്, കോംപ്ലക്സ് ഉണ്ട്. ഇനി എന്താണ് സിമ്പിൾ റിപ്പയർ നോക്കാം. ഇറ്റ് ഈസ് യൂസ്ഡ് വെൻ ദ വൂണ്ട് ഈസ് സൂപ്പർഫിഷ്യൽ, ദാറ്റ് ഈസ് example involving primary epidermis or dermis or subcutaneous tissue without significant involvement of deeper structure and require simple one layer closure. Hemostasis and local or topical anesthesia when performed are not reported separately. അതായത് സിമ്പിൾ റിപ്പയർ എന്ന് പറഞ്ഞാൽ സൂപ്പർഫിഷ്യൽ വൂണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ തൊലിപ്പുറത്തുണ്ടാവുന്ന നമ്മുടെ സ്കിന്നിൻ്റെ ഫസ്റ്റ് ലെയറിലോ ഇവിടെ പറയുന്നുണ്ട് ഇൻവോൾവിങ് പ്രൈമറി എപ്പിഡെർമിസിലോ ഡെർമിസിലോ അല്ലെങ്കിൽ സബ്ക്യൂട്ടീനിയസ് ടിഷ്യൂലോ. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കാം, ഒരു ലെയറൊക്കെ ഏകദേശം ഒരു കുറച്ച് അത്യാവശ്യം ഡീപ്പായിട്ട് പോകും, പക്ഷേ വിത്തൗട്ട് സിഗ്നിഫിക്കൻറ്റ് ഇൻവോൾവ്മെൻറ്റ് ഓഫ് ഡീപ്പർ സ്ട്രക്ചർ. ഡീപ്പറായിട്ട് വേറെ പ്രത്യേകിച്ച് ഒന്നും കാണത്തില്ല. അതായത് വേറെ ഡീപ്പർ സ്ട്രക്ചേഴ്സിന് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കില്ല. ആൻഡ് റിക്വയർസ് സിമ്പിൾ വൺ ലെയർ ക്ലോഷർ. ശ്രദ്ധിക്കുക, നമ്മൾ ലെയർഡ് ക്ലോഷർ എന്നൊക്കെ പറഞ്ഞ എക്സിഷനിൽ പറഞ്ഞപ്പോൾ നിങ്ങൾ മനസ്സിലാക്കി കാണും. ഇവിടെ കണ്ടോ ലെയർ, സിമ്പിൾ വൺ ലെയർ ക്ലോഷർ, അതായത് സിംഗിൾ ലെയർ ക്ലോഷർ ആണെങ്കിൽ നമുക്ക് സിമ്പിൾ റിപ്പയർ ആയിട്ട് കൺസിഡർ ചെയ്യാം. ഹീമോസ്റ്റാസിസ്, എന്തായാലും വൂണ്ട് ഉണ്ടാകുമ്പോൾ ബ്ലഡൊക്കെ പുറത്തേക്ക് വരും. ആ ബ്ലഡ് ഫോം അല്ലെങ്കിൽ ബ്ലഡ് പുറത്തേക്ക് വരുന്ന പ്രിവെൻറ്റ് ചെയ്യുന്ന ടെക്നിക്കാണ് ഹീമോസ്റ്റാസിസ്. ലോക്കൽ അനസ്തേഷ്യ അല്ലെങ്കിൽ ടോപ്പിക്കൽ അനസ്തേഷ്യ ഒക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളത് റിപ്പോർട്ട് ചെയ്യേണ്ട കാര്യമില്ല. എന്താ സിംഗിൾ ലെയർ ക്ലോഷർ ആണെങ്കിൽ നിങ്ങൾ എന്തായിട്ട് എടുക്കാം, സിമ്പിൾ റിപ്പയർ ആയിട്ട് എടുക്കാം. അപ്പോൾ ഞാൻ ഈ പറയുന്ന ടിപ്പുകൾ ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക. സൂപ്പർഫിഷ്യൽ ക്ലോഷർ എന്ന് പറഞ്ഞാൽ നമുക്ക് സിമ്പിൾ റിപ്പയർ ആയിട്ട് എടുക്കാം. നിങ്ങൾ സെപ്പറേറ്റ് നോട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ നോട്ട് ചെയ്ത് വെക്കേണ്ട കാര്യങ്ങളാണ്. നോൺ ലെയർഡ് ക്ലോഷർ എന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് എന്തായിട്ട് കൺസിഡർ ചെയ്യാം, സിമ്പിൾ റിപ്പയർ ആയിട്ട് കോഡ് ചെയ്യാം. അതുപോലെ സിംഗിൾ ലെയർ ക്ലോഷർ എന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് സിമ്പിൾ റിപ്പയർ ആയിട്ട് കോഡ് ചെയ്യാം. ക്ലോഷർ വിത്ത് വൺ സ്യൂച്ചർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സിമ്പിൾ റിപ്പയർ ആയിട്ട് എടുക്കാം. ശ്രദ്ധിക്കുക, സ്യൂച്ചറിൻ്റെ പേരുകൾ നമ്മൾ എക്സിഷനിൽ പറഞ്ഞു. 30 പ്രോളീൻ, അതുപോലെ തന്നെയാണ് 10 കാറ്റ്ഗട്ട്, അങ്ങനെയൊക്കെ പറഞ്ഞു വരും. അതിനൊക്കെയാണ് നമ്മൾ സ്യൂച്ചർ എന്ന് പറയുന്നത്. എക്സിഷനിലെ ഏറ്റവും അവസാനത്തെ ക്വസ്റ്റ്യൻസിൽ ഒക്കെ നമ്മൾ കുറേ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ്. അപ്പോൾ മനസ്സിലാക്കുക, ഈ ഒരു 4 പോയിന്റ് വന്നു കഴിഞ്ഞാൽ നമുക്കത് എന്തായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും, സിമ്പിൾ റിപ്പയർ ആണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇതെല്ലാം നിങ്ങൾ നോട്ട് ചെയ്യുക, നിങ്ങളുടെ കോഡ് ബുക്കിൽ ഇല്ലാത്ത കാര്യങ്ങളാണ്, നോട്ട് ചെയ്ത് വെക്കുക. അടുത്ത് നമുക്ക് ഇൻ്റർമീഡിയറ്റ് റിപ്പയർ എന്താണെന്ന് നോക്കാം. ഇറ്റ് ഇൻക്ലൂഡ്സ് ദ റിപ്പയർ ഓഫ് വൂണ്ട് ദാറ്റ് ഇൻ അഡീഷൻ ടു ദ അബവ് റിക്വയർഡ് ലെയേർഡ് ക്ലോഷർ ഓഫ് വൺ ഓർ മോർ ഓഫ് ദ ഡീപ്പർ ലെയേഴ്സ് ഓഫ് സബ്ക്യൂട്ടേനിയസ് ടിഷ്യൂ സൂപ്പർഫിഷ്യൽ ഫേഷ്യ ഇൻ അഡീഷൻ ടു സ്കിൻ എപ്പിഡെർമൽ ആൻഡ് ഡെർമൽ ക്ലോഷർ. അതായത് ഇവിടെ പറയുന്നത് ഇറ്റ് റിക്വയർ ലെയേർഡ് ക്ലോഷർ. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, ലെയേർഡ് ക്ലോഷർ എന്ന് പറയുമ്പം ഒന്നിൽ കൂടുതൽ ലെയർ അതിൽ ഇൻവോൾവ് ആയിട്ടുണ്ട്. അപ്പോൾ സിമ്പിൾ റിപ്പയറിൽ ഒന്ന് ആലോചിച്ച് നോക്കുക, ഒരു ലെയറേ ഉള്ളൂ. മറ്റേ ഇതാകുമ്പോൾ എന്താ കുറച്ചും കൂടെ ഡീപ്പായിട്ട് ഇറങ്ങിപ്പോവും അല്ലേ. അപ്പോൾ അവിടെ എന്ത് ചെയ്യേണ്ടി വരും, അതെല്ലാം സ്യൂച്ചർ ചെയ്യേണ്ടി വരും. ദാറ്റ് ഈസ് ഇൻവോൾവ് സബ്ക്യൂട്ടേനിയസ് ടിഷ്യൂ സൂപ്പർഫിഷ്യൽ ഫേഷ്യ ഇൻ അഡീഷൻ ടു സ്കിൻ എപ്പിഡെർമൽ ആൻഡ് ഡെർമൽ ക്ലോഷർ. ആദ്യം ഏറ്റവും താഴെ സ്റ്റിച്ച് ഇട്ടതിന് ശേഷം മുകളിലും സ്റ്റിച്ച് ഇടേണ്ടി വരും. അങ്ങനെ എന്ത് ചെയ്യും, ഒന്നിൽ കൂടുതൽ സ്റ്റിച്ചസ് എന്ത് ചെയ്യേണ്ടി വരും, ഇവിടെ യൂസ് ചെയ്യേണ്ടി വരും. ഇറ്റ് ഇൻക്ലൂഡ്സ് ലിമിറ്റഡ് അണ്ടർമൈനിങ് ദാറ്റ് ഇസ് ഡിഫൈൻഡ് ആസ് ഡിസ്റ്റൻസ് ലെസ് ദാൻ മാക്സിമം വിഡ്ത്ത് ഓഫ് ദ ഡിഫെക്ട് മെഷേർഡ് പെർപെൻഡിക്കുലർ ടു ദ ക്ലോസ് ലൈൻ എലോങ് വിത്ത് അറ്റ്ലീസ്റ്റ് വൺ എൻറ്റയർ എഡ്ജ് ഓഫ് ഡിഫെക്ട്. ഈ ഒരു പോയിന്റ് നിങ്ങൾ പഠിക്കേണ്ട കാര്യമില്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം ഇത് ഫിസിഷ്യൻസ് ഐഡൻറ്റിഫൈ ചെയ്യേണ്ട കാര്യങ്ങളാണ്.
അതാണ് നമ്മൾ എങ്ങനെ സ്യൂച്ചർ ചെയ്യണം അല്ലെങ്കിൽ എങ്ങനെ ആ ലെങ്ത് കൺസിഡർ ചെയ്യണം എന്നുള്ള കാര്യമാണ് പറയുന്നത്. ഇത് പറയാൻ ഒരുപാടുണ്ട്, അതുകൊണ്ട് ഞാനിത് പറഞ്ഞ് എൻ്റെ ടൈം കളയുന്നില്ല. ജസ്റ്റ് നിങ്ങൾക്കൊന്ന് ഗൂഗിളിൽ ഒന്ന് ഈ ഒരു അണ്ടർമൈനിങ് ഓഫ് റിപ്പയർ എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ കറക്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഒത്തിരി കാര്യങ്ങളുണ്ട്, അത് ഈ ഒരു സെഷനിൽ പറഞ്ഞാലൊന്നും തീരുന്നില്ല, നമുക്കതിൻ്റെ ആവശ്യമില്ല, അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, അതിൽ ചെക്ക് ചെയ്യുന്നില്ല. അടുത്താണ് സിംഗിൾ ലെയർ ക്ലോഷർ ഓഫ് ഹെവിലി കണ്ടാമിനേറ്റഡ് വൂൺസ് ദാറ്റ് ഹാവ് റിക്വയർഡ് എക്സ്റ്റെൻസീവ് ക്ലീനിങ് ഓർ റിമൂവൽ ഓഫ് പർട്ടിക്കുലേറ്റ് മാറ്റർ ഓൾസോ കോൺസ്റ്റിറ്റ്യൂട്ട് ഇൻ്റർമീഡിയറ്റ് റിപ്പയർ. അതായത് നമുക്കറിയാം സിംഗിൾ ലെയർ ക്ലോഷർ എന്താണ്, സിമ്പിൾ റിപ്പയർ ആണ്. പേഷ്യൻറ്റിന് ഒരു ലെയറെ അഫക്റ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷേ ഹെവിലി കണ്ടാമിനേറ്റഡ് ആണ്. അതായത് ആ മുറിവ് കണ്ടാമിനേറ്റഡ് എന്ന് പറഞ്ഞാൽ ഈ നമ്മൾ വേസ്റ്റും ഡെബ്രിസും പൊടിയും ഈ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ കൊണ്ട് അത് കണ്ടാമിനേറ്റഡ് ആണ്, വൂണ്ട് ക്ലീൻ അല്ല, ഈ പൊടിയും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അത് എന്ത് ചെയ്യുന്നുണ്ട്, എക്സ്റ്റെൻസീവ് ക്ലീനിങ് ഓർ റിമൂവൽ ഓഫ് പർട്ടിക്കുലേറ്റ് മാറ്റർ, ഈ സാധനങ്ങളൊക്കെ ക്ലീൻ ചെയ്തിട്ട് സിംഗിൾ ലെയർ ക്ലോഷർ ചെയ്തു എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻ്റർമീഡിയറ്റ് ആയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റും കൂടെ നിങ്ങൾ നോട്ട് ചെയ്യുക. ദാറ്റ് ഈസ് പേഷ്യൻറ്റിന് സിമ്പിൾ റിപ്പയർ ആണ് ചെയ്തത്, പക്ഷേ ആ സിമ്പിൾ റിപ്പയർ ചെയ്ത വൂണ്ടിൽ കുറച്ച് പൊടിയും അഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് ക്ലീൻ ചെയ്തതിന് ശേഷമാണ് സിംഗിൾ ലെയർ ക്ലോഷർ അല്ലെങ്കിൽ സിമ്പിൾ റിപ്പയർ ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ റിപ്പയർ സിമ്പിളായിട്ട് എടുക്കത്തില്ല, എന്തായിട്ട് എടുക്കത്തുള്ളൂ, ഇൻ്റർമീഡിയറ്റ് റിപ്പയർ ആയിട്ട് എടുക്കത്തുള്ളൂ. അപ്പോൾ ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത പോയിന്റ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലെയേർഡ് ക്ലോഷർ ആണെങ്കിൽ നമുക്ക് ഇൻ്റർമീഡിയറ്റ് റിപ്പയർ ആയിട്ട് എടുക്കാം. സിംഗിൾ ലെയർ ക്ലോഷർ വിത്ത് റിമൂവൽ ഓഫ് കണ്ടാമിനൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തായിട്ട് എടുക്കാം, ഇൻ്റർമീഡിയറ്റ് റിപ്പയർ ആയിട്ട് എടുക്കാം. മോർ ദാൻ വൺ സ്യൂച്ചർ യൂസ് ചെയ്തിട്ട് റിപ്പയർ ചെയ്തു എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തായിട്ട് എടുക്കാം, ഇൻ്റർമീഡിയറ്റ് റിപ്പയർ ആയിട്ട് എടുക്കാം. ഓക്കെ, അപ്പോൾ ഈ പോയിന്റും നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. കാരണം ഇതൊന്നും നിങ്ങളുടെ കോഡ് ബുക്കിൻ്റെ അകത്തില്ല. ഈ പോയിന്റ് ഇങ്ങനെ ആക്കി വെച്ചിട്ട് നിങ്ങൾ എക്സാം ടൈമിലൊക്കെ ഓപ്പൺ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും, പെട്ടെന്ന് നിങ്ങൾക്കൊന്ന് എന്ത് ചെയ്യാം, റീഫ്രഷ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഞാനിങ്ങനെ പറഞ്ഞു തരുന്നത്. ഇനി അടുത്ത് നമുക്ക് എന്ത് ചെയ്യാം, കോംപ്ലക്സ് റിപ്പയർ എന്താന്ന് നോക്കാം. ഇറ്റ് ഇൻക്ലൂഡ്സ് റിപ്പയർ ഓഫ് വൂണ്ട് ഇൻ അഡീഷൻ ടു ദ റിക്വയർമെൻറ്റ്സ് ഓഫ് ഇൻ്റർമീഡിയറ്റ് റിപ്പയർ റിക്വയർസ് അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദ ഫോളോയിങ്. അതായത് ചില വൂണ്ട് അല്ലെ നമുക്കറിയാം, നമുക്കൊരു ക്വസ്റ്റ്യൻ വരുമ്പോഴോ അല്ലെങ്കിൽ ചില വൂണ്ട്സ് ഒക്കെ വരുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെന്തായിരിക്കും, കോംപ്ലക്സ് ആയിരിക്കും. ദാറ്റ് ഈസ് എക്സ്പോഷർ ഓഫ് ബോൺ, കാർട്ടിലേജ്, ടെൻഡൻ ഓർ നെയ്മഡ് ന്യൂറോവാസ്കുലർ സ്ട്രക്ചർ, debridement of wound edges, example traumatic lacerations or avulsions, extensive undermining defined as distance greater than or equal to the maximum width of defect measured perpendicular to the closure line along with at least one entire edge of the defect, involvement of free margins of the helical rim, vermilion border or nostril rim, placement of retention sutures. അതായത് ഒരു വൂണ്ടിൽ ബോണും കാർട്ടിലേജും ടെൻഡനും എന്തെങ്കിലും ന്യൂറോവാസ്കുലർ സ്ട്രക്ചറൊക്കെ പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ അത് സ്യൂച്ചർ ചെയ്യണമെങ്കിൽ അതെന്തായിരിക്കും, കോംപ്ലക്സ് ആയിരിക്കും. കോമൺ സെൻസ് അല്ലേ. വൂണ്ടിൻ്റെ എഡ്ജുകൾ ഡീബ്രൈഡ്മെൻറ്റ് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു അല്ലേ. ഡീബ്രൈഡ്മെൻറ്റ് ചെയ്തു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്തായിരിക്കും, കോംപ്ലക്സ് റിപ്പയർ ആയിരിക്കും ചെയ്യുന്നത്. എക്സ്റ്റെൻസീവ് അണ്ടർമൈനിങ് ഇവിടെ ഉദ്ദേശിക്കുന്നത്, ഇവിടെ കുറേ കാര്യങ്ങൾ, കുറേ ലെങ്തിൻ്റെ കാര്യം പറഞ്ഞു. നമ്മൾ കുറച്ച് മുമ്പ് ഇൻ്റർമീഡിയറ്റ് റിപ്പയറിലും ഡിസ്കസ് ചെയ്ത പറഞ്ഞ കാര്യങ്ങളാണ്, ഫിസിഷ്യൻ നോട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അവർക്കൊരു ഒരു മെഷർമെൻറ്റ്സ് ഉണ്ട്, അവരാണ് നമുക്ക് മെഷർമെൻറ്റ്സ് തരുന്നത്. അപ്പോൾ അവരെ മെഷർ ചെയ്യുമ്പം ഈ എഡ്ജും അല്ലെങ്കിൽ ഡെപ്തും തമ്മിൽ പെർപെൻഡിക്കുലറായിട്ട് വെച്ചിട്ട് അവർ കുറേ മെഷർമെൻറ്റ്സ് ചെയ്യും. അതിൽ മാക്സിമം വിഡ്ത്തൊക്കെ പറയുകയാണെങ്കിൽ അത് എന്തായിട്ട് എടുക്കും, കോംപ്ലക്സ് റിപ്പയർ ആയിട്ട് എടുക്കും. ഓക്കെ, അപ്പോൾ നമുക്കതിൻ്റെ ആവശ്യമില്ല, നമുക്ക് ക്വസ്റ്റ്യൻസിൽ ഡയറക്റ്റ് തന്നിരിക്കും, അത് നമ്മൾ നോക്കേണ്ട കാര്യമില്ല. ഇതുപോലെ നമുക്ക് പെർപെൻഡിക്കുലർ ഇത്രയാണ്, അല്ലെങ്കിൽ ഇതിൻ്റെ ഡെപ്ത് ഇത്രയാണ്, എഡ്ജ് ഇത്രയാണ്, ഇത്ര ഡിസ്റ്റൻസ് ഉണ്ട്, അങ്ങനെയൊന്നും പറയത്തില്ല, നമുക്ക് കറക്റ്റേ തരത്തുള്ളൂ. ഇനി അതുപോലെ തന്നെയാണ് ഇൻവോൾവ്മെൻറ്റ് ഓഫ് ഫ്രീ മാർജിൻസ് ഓഫ് ഹെലിക്കൽ റിം, വെർമീലിയൻ ബോർഡർ ഓർ നോസ്ട്രൽ റിം. അതായത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ചില ഇഞ്ചുറീസൊക്കെ വരുമ്പോൾ നമ്മുടെ ചുണ്ടൊക്കെ ഇങ്ങനെ മുറിഞ്ഞു മാറിയിരിക്കുന്നത്. അതുപോലെ തന്നെ നോസ്ട്രൽ റിം എന്ന് പറഞ്ഞാൽ നമ്മുടെ മൂക്കിൻ്റെ ഹോളില്ലേ, ആ ഭാഗത്തുള്ള നേസൽ ആല എന്നൊക്കെ പറയുന്ന സ്ട്രക്ചറൊക്കെ മുറിഞ്ഞ് മാറിയിരിക്കുന്ന സ്ഥലം, അതൊക്കെ എന്തായിരിക്കും, കോംപ്ലക്സ് റിപ്പയർ ആണ്. അതുപോലെ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് സ്യൂച്ചേഴ്സിനെ നമ്മൾ റീടെൻഷൻ സ്യൂച്ചേഴ്സ് എന്ന് പറയും. അത് യൂസ് ചെയ്താൽ നമ്മൾ എന്ത് പറയും, കോംപ്ലക്സ് റിപ്പയർ എന്ന് പറയും. ചുരുക്കി പറഞ്ഞാൽ ഒരു ഗൈഡ് ലൈൻ പോലെ തന്നിട്ടുണ്ടെങ്കിൽ പോലും കോംപ്ലക്സ് റിപ്പയർ ആണെങ്കിൽ ഞാനൊരു 99.9% ക്വസ്റ്റ്യൻസിലും കണ്ടേക്കുന്നത്
കോംപ്ലക്സ് റിപ്പയർ ആണെങ്കിൽ കോംപ്ലക്സ് റിപ്പയർ ആണെന്ന് എടുത്ത് പറയും. നമുക്ക് ഈ പഠിക്കാനൊരു ബുദ്ധിമുട്ടുണ്ടെങ്കിലും കോംപ്ലക്സ് റിപ്പയർ ഡയറക്റ്റായിട്ട് എടുത്ത് തരുന്നതാണ്. പക്ഷേ സിമ്പിൾ റിപ്പയറും ഇൻ്റർമീഡിയറ്റ് റിപ്പയറും അങ്ങനെ എടുത്ത് തരുന്നില്ല. അവരെന്ത് ചെയ്യുന്നുണ്ട്, കറക്റ്റ് ഇതുപോലെ ലേഡ് ക്ലോഷറെന്നോ കണ്ടാമിനൻസ് റിമൂവ് ചെയ്തെന്നോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് തരുന്നത്. അപ്പോൾ അത് ഫോക്കസ് ചെയ്യുക. കോംപ്ലക്സ് റിപ്പയർ പഠിക്കുമ്പോൾ ഇങ്ങനെയാണെങ്കിലും കോഡ് ചെയ്യാൻ വളരെ എളുപ്പമാണ്, സിമ്പിളാണ്. ഓക്കെ. ഇനി നെസസറി പ്രിപ്പറേഷൻ ഇൻക്ലൂഡ്സ് ക്രിയേഷൻ ഓഫ് എ ലിമിറ്റഡ് ഡിഫക്റ്റ് ഫോർ റിപ്പയേഴ്സ് ഓർ ഡീബ്രൈമെൻറ്റ് ഓഫ് കോംപ്ലിക്കേറ്റഡ് ലാസറേഷൻസ് ഓർ അവൽഷൻസ്. അവൽഷൻസ് എന്ന് പറഞ്ഞാൽ ഓപ്പൺ വൂണ്ടാണ്. ലാസറേഷൻ എന്നൊക്കെ പറഞ്ഞാൽ ബ്ലേഡ് വെച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം നല്ല അടിപൊളിയായിട്ടൊരു കീറൽ വരുന്നത്, അതിനൊക്കെയാണ് ലാസറേഷൻ എന്ന് പറയുന്നത്. കത്തി കൊണ്ട് മുറിയുന്നത്, അതൊക്കെയാണ് ലാസറേഷൻ. ഇവിടെ നിങ്ങളൊന്ന് ആലോചിച്ച് ശ്രദ്ധിക്കുക. ഇവിടെ പറയുന്നത് നെസസറി പ്രിപ്പറേഷൻ ഇൻക്ലൂഡ് ക്രിയേഷൻ ഓഫ് എ ലിമിറ്റഡ് ഡിഫക്റ്റ് ഫോർ റിപ്പയേഴ്സ്. അതായത് ചിലപ്പം ചില വൂണ്ടുകൾ ശരിക്കും സൂച്ചർ ഇടാൻ പറ്റിയ പാകത്തിനായിരിക്കത്തില്ല. അപ്പോൾ ഫിസിഷ്യൻ എന്ത് ചെയ്യും, അവർക്ക് സൂച്ചർ ഇടാൻ പാകത്തിന് കുറച്ചും കൂടെ കട്ട് ചെയ്ത് മാറ്റും. അതായത് കുറച്ചും കൂടെ അതിൻ്റെ ഒരു ലെങ്ത് അവർ കുറച്ചും കൂടെ ഇൻക്രീസ് ചെയ്യിക്കും. ഓക്കെ. ജസ്റ്റ് ചുമ്മാ ഒരു മീൻസ് ഒരു ലോജിക്കലി അല്ലെങ്കിൽ ഇവിടെയൊക്കെ ഇങ്ങനെയൊക്കെയാണ് നടക്കുന്നതെന്ന് പറയുന്നേ ഉള്ളൂ. കോഡിങ്ങിന് നമുക്ക് ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല. പക്ഷേ നമ്മളൊരു കോഡർ എന്ന നിലയിൽ എല്ലാം അറിഞ്ഞിരിക്കണം, അത്രേ ഉള്ളൂ. അടുത്ത പറയുന്നതാണ് കോംപ്ലക്സ് റിപ്പയർ ഡസ് നോട്ട് ഇൻക്ലൂഡ് എക്സിഷൻ ഓഫ് ബിനൈൻ ഓർ മാലിഗ്നൻ ലീഷൻസ്, എക്സിഷണൽ പ്രിപ്പറേഷൻ ഓഫ് വൂണ്ട് ഓർ ഡീബ്രൈമെൻറ്റ് ഓഫ് ഓപ്പൺ ഫ്രാക്ചർ ഓർ ഓപ്പൺ ഡിസ്ലൊക്കേഷൻ. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യം തന്നെയാണ് ഇവിടെ പറയുന്നത്. എക്സിഷൻ്റെ കൂടെ കോംപ്ലക്സ് റിപ്പയർ വന്നു കഴിഞ്ഞാൽ നമ്മൾ എക്സിഷനും കോഡ് ചെയ്യണം, കോംപ്ലക്സ് റിപ്പയറും കോഡ് ചെയ്യണം. അതാണ് പറഞ്ഞത്. കോംപ്ലക്സ് റിപ്പയറിൻ്റെ കൂടെ എക്സിഷൻ ഓഫ് ബിനൈനും മാലിഗ്നൻ ലീഷനും ഇൻക്ലൂഡഡ് അല്ല. അതുപോലെ നമ്മളിനി പഠിക്കാൻ പോകുന്നതാണ് എക്സിഷണൽ പ്രിപ്പറേഷൻ ഓഫ് വൂണ്ട് ബെഡ്. നമ്മളിനി അടുത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാര്യങ്ങളാണ്. അതും കോംപ്ലക്സ് റിപ്പയർ നമ്മൾ യാതൊരു ബന്ധവുമില്ല. രണ്ട് കണ്ടീഷനും വന്നാൽ അല്ലെങ്കിൽ രണ്ട് പ്രൊസീജിയറും വന്നാൽ നമ്മൾ രണ്ടും കോഡ് ചെയ്യണം. അതുപോലെ തന്നെയാണ് ഡീബ്രൈറ്റ്മെൻറ്റ് ഓഫ് ആൻ ഓപ്പൺ ഫ്രാക്ചർ ഓർ ഓപ്പൺ ഡിസ്ലൊക്കേഷൻ. ഇതൊക്കെ വന്നിട്ട് കോംപ്ലക്സ് റിപ്പയർ ചെയ്തു എന്ന് പറഞ്ഞാൽ നമ്മളിത് രണ്ടും നമ്മൾ അഡീഷണൽ ആയിട്ട് കൊടുക്കണം. ചുരുക്കി പറഞ്ഞാൽ കോംപ്ലക്സ് റിപ്പയർ എവിടെയൊക്കെ പറയുന്നുണ്ടോ അവിടെയൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, കോഡ് ചെയ്യണം. അത്രയേ ഉള്ളൂ. ഇനി ഇൻസ്ട്രക്ഷൻ ഫോർ ലിസ്റ്റിംഗ് സർവീസസ് അറ്റ് ദ ടൈം ഓഫ് വൂണ്ട് റിപ്പയർ. അതായത് നമ്മൾ വൂണ്ട് റിപ്പയറിൻ്റെ കോഡ് കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ, നിങ്ങൾ കോഡ് ബുക്കിൽ കിടക്കുന്ന കാര്യങ്ങൾ കുറച്ച് കൺസൈസ് ചെയ്ത് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം ഞാൻ എടുത്തതാണ്. തിയറി പോർഷനാണ്, കേട്ട് മനസ്സിലാക്കുക. നമ്മൾ ഓരോ എക്സാമ്പിൾ അല്ലെങ്കിൽ ഇനി ഓരോന്നും എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അത് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. നമുക്ക് ആദ്യം ഗൈഡ് ലൈൻ പറയുന്നത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, ദ റിപ്പയർഡ് വൂണ്ട്സ് ഷുഡ് ബി മെഷേർഡ് ആൻഡ് റെക്കോർഡഡ് ഇൻ സെൻറ്റിമീറ്റർ വെദർ കർവ്ഡ്, ആംഗുലാർ ഓർ സ്റ്റെല്ലേറ്റ്. അതായത് വൂണ്ട് ഏത് ഷേപ്പിലും ആയിക്കൊണ്ടോട്ടെ നമുക്ക് എന്തിൽ തരണം, സെൻറ്റിമീറ്ററിൽ വേണം മെഷർമെൻറ്റ് തരാൻ. ഇനി നിങ്ങൾ 10ാം ക്ലാസ്സിൽ മാത്സ് പഠിച്ച കാര്യം ഒന്ന് ചിന്തിച്ച് നോക്കുക. മീറ്റർ തരും, നമ്മളതിനെ സെൻറ്റിമീറ്റർ ആക്കണം, എന്നിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടില്ലേ? അങ്ങനെയൊന്നും ഇതിൻ്റെ അകത്തില്ല. അവർ ഡയറക്റ്റായിട്ട് സെൻറ്റിമീറ്റർ തന്നെ തരും. മില്ലിമീറ്ററിൽ പോലും ഞാൻ തന്ന് കണ്ടിട്ടില്ല. അഥവാ മില്ലിമീറ്റർ വന്നാൽ നിങ്ങൾ വേണമെങ്കിൽ പഠിച്ചു വയ്ക്കുക. മില്ലിമീറ്ററിനെ എങ്ങനെ സെൻറ്റിമീറ്റർ ആക്കാം, മീറ്ററിനെ എങ്ങനെ സെൻറ്റിമീറ്റർ ആക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ചു വയ്ക്കുന്നത് ചിലപ്പോൾ നല്ലതായിരിക്കും. അങ്ങനെ ഇതുവരെ കണ്ടിട്ടില്ല. ഇൻ കേസ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അങ്ങനെ ചെയ്യുക. കാരണം നമ്മൾ റിപ്പയർ കോഡ്, സിമ്പിൾ, ഇൻ്റർമീഡിയറ്റ്, കോംപ്ലക്സ് റിപ്പയർ കോഡ് ഡിസ്ക്രിപ്ഷൻസ് എല്ലാം സെൻറ്റിമീറ്ററിലാണ് തന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് അവരിങ്ങനെ പറഞ്ഞത്. ഇനി വെൻ മൾട്ടിപ്പിൾ വൂണ്ട്സ് ആർ റിപ്പയർഡ്, പേഷ്യൻറ്റിന് ഒന്നിൽ കൂടുതൽ വൂണ്ടുണ്ട്, അത് ഒന്നിൽ കൂടുതൽ റിപ്പയർ ആണ് ചെയ്തു എന്ന് പറയുകയാണെങ്കിൽ, അതായത് സിമ്പിൾ റിപ്പയറും ഇൻ്റർമീഡിയറ്റ് റിപ്പയറും കോംപ്ലക്സ് റിപ്പയറും ഇതൊക്കെയാണ് ചെയ്തു എന്ന് പറയുകയാണെങ്കിൽ, ഫസ്റ്റ് വൺ, add together the length of those in the same classification and from all anatomic site that are grouped together into the same code descriptor. For example, add together the length of intermediate repairs to the trunk and extremity. നിങ്ങൾ റിപ്പയറിൻ്റെ ഓരോ കോഡ് എടുത്ത് നോക്കുമ്പോഴും ഓരോ കോഡിലും കുറച്ച് അനാട്ടമിക്കൽ സ്ട്രക്ചേഴ്സ് കാണും. ഇനി ക്വസ്റ്റ്യൻ വരുമ്പോൾ നിങ്ങളൊരു കോഡ് എടുക്കുമ്പോൾ പേഷ്യൻറ്റിന് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ട്രങ്കും എക്സ്ട്രമിറ്റീസ് എന്ന് പറഞ്ഞാൽ കയ്യും കാലും, ട്രങ്കിൽ ഒരു 5 സെൻറ്റിമീറ്റർ വൂണ്ട് റിപ്പയർ ചെയ്തു എന്ന് പറയുന്നുണ്ട്. എക്സ്ട്രമിറ്റീസിലും ഒരു 5 സെൻറ്റിമീറ്റർ വൂണ്ട് റിപ്പയർ ചെയ്തു എന്ന് പറയുന്നുണ്ട്. സിമ്പിൾ റിപ്പയർ ആണെന്ന് പറയുന്നു. ഇവിടെ ഇൻ്റർമീഡിയറ്റ് അല്ല, നമുക്ക് ഇൻ്റർമീഡിയറ്റ് തന്നെ എടുക്കാം. ഇൻ്റർമീഡിയറ്റ് റിപ്പയർ ചെയ്തു എന്ന് പറയുന്നു. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, കോഡ് എടുക്കുമ്പോൾ ഒരു കോഡിൽ തന്നെ ട്രങ്കും കാണും എക്സ്ട്രമിറ്റീസും കാണും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, 2 അനാറ്റമിക്കൽ സൈറ്റ് സെയിം കോഡിൽ വന്നു കഴിഞ്ഞാൽ അത് രണ്ടിൻ്റെയും മെഷർമെൻറ്റ്സ് ആഡ് ചെയ്തിട്ട് വേണം നിങ്ങൾ കോഡ് ചെയ്യാൻ. അപ്പോൾ ട്രങ്ക് 5 സെൻറ്റിമീറ്റർ, എക്സ്ട്രമിറ്റി ഹാൻഡ് 5 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ ലെഗ് 5 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് രണ്ടും കൂടെ കൂട്ടുക 5 5 10 സെൻറ്റിമീറ്റർ. അത് മനസ്സിലാക്കുക.
നമുക്ക് എക്സാമ്പിളിലൂടെ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് കാണാം, എന്നാലും പഠിക്കുമ്പോൾ നമ്മൾ ഇതൊക്കെ കണ്ടിട്ട് അങ്ങ് പോവാം. ഡു നോട്ട് ആഡ് ദ ലെങ്ത് ഓഫ് റിപ്പയർ ഫ്രം ഡിഫറെൻറ്റ് ഗ്രൂപ്പിംഗ് ഓഫ് അനാറ്റമിക് സൈറ്റ്. ഫേസ്, എക്സാമ്പിൾ ഫേസ് ആൻഡ് എക്സ്ട്രിമിറ്റീസ്. അതായത് നമ്മൾ നോക്കിയപ്പോൾ ഇൻ്റർമീഡിയറ്റ് റിപ്പയറിൽ ഒരു കോഡിൽ ട്രങ്കും എക്സ്ട്രിമിറ്റീസും ഒരു കോഡിൻ്റെ അണ്ടറിലാണ് വന്നത്. അപ്പോൾ നമുക്കത് ആഡ് ചെയ്യാം. പക്ഷേ ഡിഫറെൻറ്റ് കോഡിലുള്ള അനാറ്റമിക് സ്ട്രക്ചർ തമ്മിൽ കോഡ് ചെയ്യരുത്. കാരണം എക്സ്ട്രിമിറ്റീസ് ഒരു കോഡിലും ഫേസ് വേറൊരു കോഡിലുമാണ് കിടക്കുന്നത്. അപ്പോൾ നമ്മൾ ആ രണ്ട് കോഡ് സെപ്പറേറ്റ് ആണ് കോഡ് ചെയ്യേണ്ടത്. ഒരിക്കലും അത് രണ്ട് ആഡ് ചെയ്തിട്ട് കോഡ് ചെയ്യരുത്. അടുത്ത, ഓൾസോ ഡു നോട്ട് ആഡ് ടുഗദർ ദ ലെങ്ത് ഓഫ് ഡിഫറെൻറ്റ് ക്ലാസിഫിക്കേഷൻ. അതായത് ഇൻ്റർമീഡിയറ്റും കോംപ്ലക്സ് റിപ്പയറും. എക്സാമ്പിളാണ്, ഇൻ്റർമീഡിയറ്റും കോംപ്ലക്സ് മാത്രമല്ല സിമ്പിളും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇൻ്റർമീഡിയറ്റ് റിപ്പയർ ട്രങ്കും ചെയ്തിട്ടുണ്ട്, കോംപ്ലക്സ് റിപ്പയർ എക്സ്ട്രിമിറ്റീസും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ രണ്ടും കൂടെ കൂട്ടിയിട്ട് ഇൻ്റർമീഡിയറ്റിൻ്റെ കോഡ് എടുത്ത് കൊടുക്കരുത്. രണ്ടും ഡിഫറെൻറ്റ് റിപ്പയർ ആണ്. അപ്പോൾ നമ്മൾ ഡിഫറെൻ്റ് ആയിട്ട് തന്നെ കോഡ് ചെയ്യണം. സെയിം റിപ്പയറിൻ്റെ അണ്ടറിൽ, അതായത് സിമ്പിൾ റിപ്പയറോ ഇൻ്റർമീഡിയറ്റ് റിപ്പയറോ കോംപ്ലക്സ് റിപ്പയറിൻ്റെ അണ്ടറിൽ വന്നാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സെപ്പറേറ്റ് മീൻസ് ആഡ് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾ സെപ്പറേറ്റ് കൊടുക്കാനേ പാടുള്ളൂ, ആഡ് ചെയ്യരുത്. When more than one classification of wound is repaired, list more complicated as primary procedure and less complicated as secondary procedure using modifier 59. അതായത് നമുക്ക് 3 റിപ്പയർ ഉണ്ടല്ലേ, സിമ്പിൾ, ഇൻ്റർമീഡിയറ്റ്, കോംപ്ലക്സ്. നമ്മളൊരു ഹൈറാർക്കി നോക്കുകയാണെങ്കിൽ ഏറ്റവും ചെറുത് സിമ്പിൾ, അതിൽ കുറച്ച് കൂടിയത് ഇൻ്റർമീഡിയറ്റ്, ഏറ്റവും കൂടിയത് കോംപ്ലക്സ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മോർ ദാൻ വൺ ക്ലാസിഫിക്കേഷൻ ഓഫ് വൂണ്ട് ഈസ് റിക്വയർഡ്. അതായത് ഒരു പേഷ്യൻറ്റിന് 2 വൂണ്ടുണ്ട് അല്ലെങ്കിൽ 3 വൂണ്ടുണ്ടെന്ന് വിചാരിക്കാം. അതിൽ ആദ്യത്തെ വൂണ്ടിൽ സിമ്പിൾ ചെയ്തു, രണ്ടാമത്തെ വൂണ്ടിൽ ഇൻ്റർമീഡിയറ്റ് ചെയ്തു, മൂന്നാമത്തെ വൂണ്ടിൽ കോംപ്ലക്സ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഇതിൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളത് ഫസ്റ്റ് കൊടുക്കുക, അടുത്ത കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള രണ്ടാമത് കൊടുക്കുക, വെരി ലെസ് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള മൂന്നാമത് കൊടുക്കുക. അതായത് ആദ്യം കോംപ്ലക്സ് കൊടുക്കുക, പ്രൈമറി കോഡായിട്ട് കോംപ്ലക്സ് റിപ്പയർ കൊടുക്കുക, രണ്ടാമത്തെ കോഡ് ഇൻ്റർമീഡിയറ്റ് കൊടുക്കുക, മൂന്നാമത്തെ നിങ്ങൾ എന്ത് കൊടുക്കുക, സിമ്പിൾ കൊടുക്കുക. യൂസിങ് മോഡിഫയർ 59. അതായത് നമ്മൾ ആദ്യത്തെ കോഡിൽ മോഡിഫയർ 59 കൊടുക്കരുത്. അതായത് കോംപ്ലക്സ് റിപ്പയറിൽ നമ്മൾ ഈ പറഞ്ഞ എക്സാമ്പിളിൽ 59 കൊടുക്കില്ല. പക്ഷേ നമ്മൾ എവിടെ കൊടുക്കണം, സിമ്പിൾ റിപ്പയറിലും കൊടുക്കണം, ഇൻ്റർമീഡിയറ്റ് റിപ്പയറിലും കൊടുക്കണം. അങ്ങനെയാണ് നമുക്ക് ഗൈഡ് ലൈൻ പറയുന്നത്. പക്ഷേ ക്വസ്റ്റ്യൻസിൽ ഈ 3 റിപ്പയർ വന്നു കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ കോംപ്ലക്സ്, ഇൻ്റർമീഡിയറ്റ്, സിമ്പിൾ, ഇങ്ങനെയാണ് നമ്മൾ കോഡ് ചെയ്യുന്നത്. കോംപ്ലക്സിൽ നമ്മൾ കൊടുക്കത്തില്ല, പക്ഷേ ഇൻ്റർമീഡിയറ്റിലും കൊടുക്കും, സിമ്പിളിലും കൊടുക്കും. പക്ഷേ ക്വസ്റ്റ്യൻസിൽ വരുന്നത് കോംപ്ലക്സിലും ഇൻ്റർമീഡിയറ്റിലും കൊടുത്ത് കണ്ടിട്ടില്ല. സിമ്പിൾ ആണെങ്കിൽ സിമ്പിളിൽ 59 കൊടുക്കും. ഇനി കോംപ്ലക്സും ഇൻ്റർമീഡിയറ്റ് മാത്രമേ ഉള്ളൂ എങ്കിൽ കോംപ്ലക്സ് ആദ്യം, ഇൻ്റർമീഡിയറ്റ് രണ്ടാമത്, അതിൽ മോഡിഫയർ 59. ഇനി ഇൻ്റർമീഡിയറ്റും സിമ്പിളും ആണോ ഉണ്ടെങ്കിൽ ആദ്യം ഇൻ്റർമീഡിയറ്റ്, രണ്ടാമത് സിമ്പിളിൽ 59. ഇനി കോംപ്ലക്സും സിമ്പിളും ആണെങ്കിൽ ആദ്യം കോംപ്ലക്സ്, പിന്നെ സിമ്പിളിൽ മോഡിഫയർ 59. ഇങ്ങനെയാണ് ലോജിക്കലി തിങ്ക് ചെയ്തിട്ടാണ് നിങ്ങൾ ആൻസേഴ്സ് ഐഡൻറ്റിഫൈ ചെയ്ത് കൊടുക്കാൻ. അടുത്തത് decontamination and or debridement. That is, debridement is considered as separate procedure only when gross contamination requires prolonged cleansing, when appropriate amount of devitalized or contaminated tissues are removed, or when debridement is carried out separately without immediate primary closure. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ഈ ഡീകണ്ടാമിനേഷൻ എന്ന് പറയുന്നതും ഡീബ്രൈഡ്മെൻറ്റ് എന്ന് പറഞ്ഞതും ഏകദേശം എല്ലാം ഒന്ന് തന്നെയാണ്. അതായത് ഡെവിറ്റലൈസ്ഡ് ഓർ കണ്ടാമിനേറ്റഡ് ടിഷ്യൂസ് എന്ന് പറഞ്ഞാൽ ഡെഡായിട്ടുള്ള ടിഷ്യൂസ്. ചില ഹൈ ഇഞ്ചുറീസിലൊക്കെ ടിഷ്യൂ ഒക്കെ നന്നായിട്ട് ഡാമേജ് ആയി പോകും. അത് പിന്നെ വെച്ചിരുന്ന് കഴിഞ്ഞാൽ അത് അവിടെ ഇരുന്നിട്ട് എന്താവും, പഴുക്കും. അതായത് പസ് ഫോം ചെയ്യും. അത് ഡെഡായിട്ടുള്ള സാധനമാണ്. അത് ഡെഡായിട്ടുള്ള സാധനം എന്ന് വെച്ചാൽ അഴുകി പോകുന്നതാണ്. അതായത് വേറെ ബ്ലഡ് സപ്ലൈ ഒന്നും കൊടുക്കത്തില്ല. നമ്മുടെ ബോഡിക്ക് അറിയാം അതുകൊണ്ടൊന്നും ഒരു ഉപയോഗമില്ലെന്ന്. അപ്പോൾ അതിനെ മൈൻഡ് ചെയ്യത്തില്ല. അപ്പോൾ എന്ത് ചെയ്യും, അത് അവിടെ ഇരുന്ന് അഴുകിപ്പോവും. അങ്ങനെ അഴുകുമ്പോൾ എന്ത് സംഭവിക്കും, ഇൻഫെക്ഷൻ വരും. ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ ആർക്കാണ് പ്രശ്നം, ആ പേഷ്യൻറ്റിന് തന്നെയാണ്. അപ്പോൾ അവരെന്ത് ചെയ്യും, ഡീകണ്ടാമിനേഷൻ അല്ലെങ്കിൽ ഡീബ്രൈഡ്മെൻറ്റ് ചെയ്യും. ഡീബ്രൈഡ്മെൻറ്റിൽ കട്ട് ചെയ്ത് കളയും. നമ്മൾ ഡീബ്രൈഡ്മെൻറ്റ് സെക്ഷൻ പഠിച്ചതായിട്ട് ഓർമ്മയുണ്ടല്ലോ. അങ്ങനെ കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം അവരെന്ത് ചെയ്യും, ചിലപ്പോൾ കോംപ്ലക്സ് റിപ്പയർ ചെയ്യും. അങ്ങനെ ഡീകണ്ടാമിനേറ്റഡ് അല്ലെങ്കിൽ ഡെവിറ്റലൈസ്ഡ് ടിഷ്യൂസ് റിമൂവ് ചെയ്തതിൻ്റെ ഉദ്ദേശം എന്താണ്, അവിടെ ബ്ലഡ് സപ്ലൈ വരും, പുതിയ ടിഷ്യൂസ് ഗ്രോ ചെയ്യും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് എന്ത് ചെയ്യും, കോംപ്ലക്സ് റിപ്പയർ ചെയ്യും. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്, കോംപ്ലക്സ് ഡീബ്രൈഡ്മെൻറ്റും കോംപ്ലക്സ് റിപ്പയർ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, രണ്ടും കോഡ് ചെയ്യണം. അത്രേ ഉള്ളൂ. ഇനി ഇൻവോൾവ്മെൻറ്റ് ഓഫ് നെർവ്സ്, ബ്ലഡ് വെസൽസ് ആൻഡ് ടെൻഡൻ. റിപ്പോർട്ട് അണ്ടർ appropriate system, that is nervous system, cardiovascular system, musculoskeletal system for repair of these structures. To repair these associated wound is included in the primary procedure unless it
it is qualified as complex repair in which case modifier 59 applies. അതായത് പേഷ്യൻറ്റിന് നെർവ്സിനും ബ്ലഡ് വെസലിനും ടെൻഡൻസിനൊക്കെ ഇൻവോൾവ്മെൻ്റ് ഉണ്ട് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇപ്പം നെർവ്സിന് ഇൻവോൾവ്മെൻ്റ് ഉണ്ട്, ഇപ്പം നെർവ് റിപ്പയർ ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നെർവ് സിസ്റ്റത്തിൽ നിന്ന് കോഡ് കൊടുക്കണം. അതുപോലെ ബ്ലഡ് വെസൽ പ്രോബ്ലം എന്തെങ്കിലും വന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? കാർഡിയോവാസ്കുലർ സിസ്റ്റത്തിൽ നിന്ന് കോഡ് ചെയ്യേണ്ടി വരും. ടെൻഡൻ്റെ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ മസ്കുലോസ്കെലിറ്റലിൽ നിന്ന് കോഡ് ചെയ്യേണ്ടി വരും. അങ്ങനെ കോഡ് ചെയ്തിട്ട് കോംപ്ലക്സ് റിപ്പയറും കൊടുക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? കോംപ്ലക്സ് റിപ്പയറിൽ മോഡിഫയർ 59 അപ്ലൈ ചെയ്യണം. അത് ഇമ്പോർട്ടൻ്റ് ആണ്, മനസ്സിലാക്കി വയ്ക്കുക. മോഡിഫയർ 59 അപ്ലൈ ചെയ്യുന്ന ഉദ്ദേശം എന്താണ്? ഇത് ഈ ഒരു രണ്ട് പ്രൊസീജിയർ തമ്മിൽ ഓവർലാപ്പ് ചെയ്യുന്നില്ല, സെപ്പറേറ്റ് ആയിട്ടാണ് ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മോഡിഫയർ അപ്ലൈ ചെയ്യുന്നത്. നമ്മൾ ഗൈഡ് ലൈൻ തന്നെ പറയുന്നുണ്ട്, അതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് എന്ത് ചെയ്യാം? മോഡിഫയർ 59 അപ്ലൈ ചെയ്യാം. ആ കാര്യം കൂടെ മനസ്സിലാക്കുക. ഇനി അടുത്താണ് സിമ്പിൾ ലിഗേഷൻ ഓഫ് വെസൽസ് ഇൻ ആൻ ഓപ്പൺ വൂണ്ട് ഈസ് കൺസിഡർഡ് ആസ് എ പാർട്ട് ഓഫ് എനി വൂണ്ട് ക്ലോഷർ. അതായത് ഞാൻ ഓൾറെഡി പറഞ്ഞു, ഒരു മുറിവുണ്ടാകുമ്പോൾ ബ്ലഡ് വരുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അവിടുത്തെ ബ്ലഡ് വെസൽ കട്ടാകുമ്പോൾ, മൈന്യൂട്ടായിട്ടുള്ള ബ്ലഡ് വെസലും കട്ടാകുമ്പോഴാണ് എന്ത് വരുന്നത്? ബ്ലഡ് വരുന്നത്. ലിഗേറ്റ് ചെയ്യും, ഒട്ടിച്ചു വയ്ക്കും. അതായത് ആ കോട്ടറൈസേഷൻ എന്നൊക്കെ പറയും. ആ ഓപ്പൺ ആയിട്ടുള്ള ബ്ലഡ് വെസൽ അവർ കരിച്ചു കളയും, കോട്ടറൈസേഷൻ ചെയ്യും. അപ്പോൾ ബ്ലഡ് പുറത്തേക്ക് വരത്തില്ല. എന്നിട്ട് സ്യൂച്ചർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ലിഗേഷൻ ഓഫ് വെസലിൻ്റെ കോഡ് കൊടുക്കത്തില്ല, പകരം എന്തേ കൊടുക്കത്തുള്ളൂ? റിപ്പയറിൻ്റെ കോഡ് മാത്രമേ കൊടുക്കത്തുള്ളൂ. അത് മനസ്സിലാക്കി വയ്ക്കുക. ഇനി സിമ്പിൾ എക്സ്പ്ലോറേഷൻ ഓഫ് നെർവ്സ്, ബ്ലഡ് വെസൽസ് ഓർ ടെൻഡൻസ് എക്സ്പോസ്ഡ് ഇൻ ആൻ ഓപ്പൺ വൂണ്ട് ഈസ് ഓൾസോ കൺസിഡർഡ് ആസ് എ പാർട്ട് ഓഫ് എസെൻഷ്യൽ ട്രീറ്റ്മെൻറ്റ് ഓഫ് ദ വൂണ്ട് ആൻഡ് ഈസ് നോട്ട് സെപ്പറേറ്റ് പ്രൊസീജിയർ അൺലെസ് അപ്രീഷ്യബിൾ ഡിസ്കണക്ഷൻ ഈസ് റിക്വയർഡ്. ഇതൊക്കെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. പേഷ്യൻറ്റ് നല്ലൊരു വൂണ്ട് ഉണ്ടായി, ഫിസിഷ്യൻ എന്ത് ചെയ്യും? കണ്ട ഉടനെ കഴുകി വൃത്തിയാക്കി അവർ സ്യൂച്ചർ ചെയ്ത് വിടത്തില്ല, പകരം എന്ത് ചെയ്യും? എക്സ്പ്ലോറേഷൻ ചെയ്യും. അതായത് നെർവ്സിന് എന്തെങ്കിലും ഡാമേജ് വന്നിട്ടുണ്ടോ, ബ്ലഡ് വെസലിന് എന്തെങ്കിലും ഡാമേജ് വന്നിട്ടുണ്ടോ, ടെൻഡൻ എന്തെങ്കിലും ഡാമേജ് വന്നിട്ടുണ്ടോ എന്ന് ഫിസിഷ്യൻ ചെക്ക് ചെയ്യും. ഡാമേജ് ഒന്നുമില്ല, കുഴപ്പമില്ല, എന്നിട്ട് ഫിസിഷ്യൻ സ്യൂച്ചർ ചെയ്യെങ്കിൽ നമ്മൾ സ്യൂച്ചറിൻ്റെ കോഡ് കൊടുത്താൽ മതി. അതാണ് പറഞ്ഞത്, ദാറ്റ് ഇസ് നോട്ട് സെപ്പറേറ്റ് പ്രൊസീജിയർ അൺലെസ് അപ്രീഷ്യബിൾ ഡിസ്കണക്ഷൻ ഇസ് റിക്വയർഡ്. അതായത് അവിടെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ട്, അവിടെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ അത് അഡീഷണൽ ആയിട്ട് അപ്രോപ്രിയേറ്റ് ബോഡി സിസ്റ്റം ചാപ്റ്ററിൽ നിന്ന് കോഡ് ചെയ്യുക, മോഡിഫയർ 59 റിപ്പയറിൻ്റെ കൂടെ ആഡ് ചെയ്യുക. അപ്പം മനസ്സിലാക്കുക, ജസ്റ്റ് നോക്കി കുഴപ്പമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? എക്സ്പ്ലോർ ചെയ്തു എന്നും പറഞ്ഞ് നമ്മൾ കൊടുക്കേണ്ട കാര്യം അവിടെ ഇല്ല, അത് മനസ്സിലാക്കുക. ഇനി if the wound requires enlargement, extension of disconnection, that is to determine penetration, debridement, removal of foreign body, ligation or coagulation of minor subcutaneous and or muscular blood vessels of the subcutaneous tissue, muscle fascia and or muscle, not requiring thoracotomy or laparotomy, use code 201002 20103 as appropriate. അതായത് ഇനി ആ ഒരു വൂണ്ട് വന്നു, അത് എൻലാർജ് ചെയ്തിട്ട് നമ്മൾ മസ്കുലോസ്കെലറ്റൽ സിസ്റ്റം സ്ട്രക്ചേഴ്സ് എക്സ്പ്ലോർ ചെയ്തു എന്ന് പറഞ്ഞാൽ നമ്മൾ എക്സ്പ്ലോറേഷൻ്റെ കോഡായിട്ടുള്ള 20100 മുതൽ 20103 എന്നുള്ള കോഡും കൂടെ അസൈൻ ചെയ്ത് കൊടുക്കുക. അല്ല, കോഡ് അസൈൻ ചെയ്യുക. നമുക്ക് റിപ്പയറിൻ്റെ കോഡ് നമ്മൾ കൊടുക്കേണ്ടി വരത്തില്ല, കാരണം 20100ലും 20103ലും ആ റിപ്പയറിൻ്റെ കോഡ് ഇൻക്ലൂഡഡ് ആണ്. ഇത് നമ്മൾ മസ്കുലോസ്കെലറ്റൽ സിസ്റ്റം ചാപ്റ്ററിൽ ടച്ച് ചെയ്ത് പോവും, അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ക്ലിയർ ആവും. ഓക്കെ, അപ്പോൾ ആ കാര്യം മനസ്സിലാക്കി വെക്കുക. ഇനി നമുക്ക് ഗൈഡ് ലൈൻസ് ഡിസ്കസ് ചെയ്യാം. അപ്പം ഗൈഡ് ലൈൻസ് എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഞാൻ പുറത്തുനിന്ന് ആഡ് ചെയ്ത കാര്യങ്ങളൊന്നുമല്ല, നമ്മളിപ്പം ഡിസ്കസ് ചെയ്ത കുറച്ച് പോയിന്റ്സ് അല്ലേ, ആ പോയിന്റ്സ് ഏതൊക്കെ പോയിന്റ്സ് നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ അല്ലെങ്കിൽ എക്സാം ഓറിയൻറ്റഡ് ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ അപ്ലൈ ചെയ്യാം എന്നുള്ള ഒരു 4 പോയിന്റ് എടുത്തിട്ടാണ് ഞാൻ ഗൈഡ് ലൈൻസ് എന്ന രീതിയിൽ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നത്. ആ 4 കാര്യങ്ങൾ മാത്രം നന്നായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ സെക്ഷൻ നന്നായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? കോഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. അപ്പം ഒന്നാമത്തെ ഗൈഡ് ലൈൻ ഞാൻ ഉദ്ദേശിക്കുന്നത്, വെൻ മൾട്ടിപ്പിൾ വൂണ്ട്സ് ആർ റിപ്പയർഡ്, ആഡ് ടുഗദർ ദ ലെങ്ത് ഓഫ് ദോസ് ഇൻ ദ സെയിം അനാറ്റമിക് ലൊക്കേഷൻ വിത്ത് ദ സെയിം കാറ്റഗറി. നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ, ഒരു കോഡ് എടുക്കുമ്പം അതിൽ സെയിം അനാറ്റമിക്കൽ ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ അത് നമ്മൾ ആഡ് ചെയ്യണം എന്നുള്ള കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. അപ്പോൾ അതൊരു ഗൈഡ് ലൈൻ രീതിയിൽ ഒരു എക്സാമ്പിളിലൂടെയാണ് ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നത്, ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. അപ്പോൾ ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, സിമ്പിൾ റിപ്പയർ ഓഫ് സ്കാൽപ്പ് മെഷറിംഗ് 0.5 സെൻറ്റിമീറ്റർ, നെക്ക് മെഷറിംഗ് 0.6 സെൻറ്റിമീറ്റർ, ട്രങ്ക് മെഷറിംഗ് 2.0 സെൻറ്റിമീറ്റർ ആൻഡ് ചീക്ക് മെഷറിംഗ് 0.6 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇവിടെ സിമ്പിൾ റിപ്പയർ ആണ് എല്ലാ സ്ഥലത്തും ചെയ്തിരിക്കുന്നത് അല്ലേ, സ്കാൽപ്പിൽ, നെക്കിൽ, ട്രങ്കിൽ, ചീക്കിൽ. ചീക്ക് എന്ന് പറയുമ്പോൾ അറിയാലോ സൈറ്റ് ഏതാണെന്ന്, നമ്മുടെ ഫേസിൽ വരുന്ന ഒരു പോർഷനാണ് ചീക്ക് അല്ലേ. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ സെൻറ്റിമീറ്ററിലാണ് തന്നിരിക്കുന്നത്, നമുക്ക് സെൻറ്റിമീറ്ററിലേ തരത്തുള്ളൂ. ആ കാര്യം കൂടെ നിങ്ങൾ മനസ്സിലാക്കുക, കാരണം സെൻറ്റിമീറ്റർ അല്ലാതെ വേറെ മെഷർമെൻറ്റ്സിൽ ഞാൻ ക്വസ്റ്റ്യൻസ് കണ്ടിട്ടില്ല.
അങ്ങനെ വരില്ല എന്ന് വിചാരിക്കുന്നു. അപ്പം പോയിന്റ് രീതിയിലൊക്കെയാണ് തരുന്നത്. അപ്പം പോയിന്റ്സ് വെച്ച് കൂട്ടാനുള്ള ഒരു ജനറൽ നോളജ് നിങ്ങൾക്ക് ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ സിമ്പിൾ റിപ്പയർ എടുക്കുമ്പോൾ ഞാൻ സിമ്പിൾ റിപ്പയർ ഇതിൻ്റെ ആൻസർ വരുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ കോഡ്സ് ഞാനിവിടെ തന്നിട്ടുണ്ട്. 12001 അതുപോലെ 12002 12011. അപ്പോൾ സിമ്പിൾ റിപ്പയറിൻ്റെ അണ്ടറിലാണ് ഈ 3 കോഡ്സും വരുന്നത്. അപ്പോൾ നമ്മൾ ഈ 12011 എടുക്കുമ്പോൾ കണ്ടോ, സിമ്പിൾ റിപ്പയർ ഓഫ് സൂപ്പർഫിഷ്യൽ വൂണ്ട് ഓഫ് സ്കാൽപ്പ്, നെക്ക്, ട്രങ്ക്. കണ്ടോ, ഞാൻ ഹൈലൈറ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്, സ്കാൽപ്പ്, നെക്ക്, ട്രങ്ക്. ക്വസ്റ്റ്യനിൽ നോക്കിക്കഴിഞ്ഞാൽ സ്കാൽപ്പ് ഉണ്ട്, നെക്കുണ്ട്, ട്രങ്ക് ഉണ്ട്. അപ്പോൾ ഇത് സെയിം അനാട്ടമിക്കൽ ഗ്രൂപ്പാണ് നമുക്ക് പറയാൻ പറ്റും. കാരണം ഈ ഒരൊറ്റ കോഡിലാണ് ഈ അനാട്ടമിക്കൽ സൈറ്റുകളെല്ലാം വന്നേക്കുന്നത്. പക്ഷേ ഇവിടെ ഫേസ് ഇല്ല. കണ്ടോ, 12001 ഫേസ് എന്ന് പറയുന്ന അനാട്ടമിക്കൽ സൈറ്റ് അല്ലെങ്കിൽ ചീക്ക് എന്ന് പറയുന്ന അനാട്ടമിക്കൽ സൈറ്റ് ഈ കാറ്റഗറിയിൽ അല്ലെങ്കിൽ ഈ കോഡ് ഗ്രൂപ്പിൽ ഇല്ല. അതിന് നമുക്ക് സെപ്പറേറ്റ് ഉണ്ട് 12011, ദാറ്റ് ഈസ് സിമ്പിൾ റിപ്പയർ ഓഫ് സൂപ്പർഫിഷ്യൽ വോൺസ് ഓഫ് ഫേസ്. കണ്ടോ, ഫേസ്, ചീക്ക് എന്ന് പറയുന്നത് ഫേസിലൊരു പാർട്ടാണ് അല്ലേ. അപ്പോൾ നമുക്ക് ആൻസർ എങ്ങനെയാണെന്ന് നോക്കാം. അതായത് ഇനി കുറച്ച് സ്റ്റെപ്പുകളുണ്ട്. ആഡ് ടുഗദർ ദ ലെങ്ത് ഓഫ് ദോസ് ഇൻ സെയിം അനാട്ടമിക് ലൊക്കേഷൻ. അപ്പം സ്കാൽപ്പ്, നെക്കും, ട്രങ്കും ഈ മെഷർമെൻറ്റ്സ് നമ്മൾ എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. നോക്കുക, സ്കാൽപ്പ്, നെക്ക്, ട്രങ്ക് എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 3.1 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. അപ്പോൾ 3.1 സെൻറ്റിമീറ്റർ ഫസ്റ്റ് കോഡായിട്ടുള്ള 12001 2.5 സെൻറ്റിമീറ്റർ വരെ ഉള്ളൂ. 2.5 സെൻറ്റിമീറ്റർ തൊട്ട് അതിൻ്റെ താഴെ വരെ. 2.6 മുതൽ 7.5 ആണെങ്കിൽ നമുക്ക് 12002 എടുക്കാം. ഈ സ്റ്റാൻഡ് അലോൺ കോഡും ഇൻ്റർനെറ്റ് കോഡും എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് ഓൾറെഡി മനസ്സിലാക്കിയ കാര്യങ്ങളാണ്. അപ്പോൾ 3.1 എന്ന് പറയുന്നത് 12002 വരുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ 3 അനാട്ടമിക്കൽ സ്ട്രക്ചറിനും കൂടി 12002 എടുക്കാം. ഇനി ഫേസ് സെപ്പറേറ്റ് കോഡിലാണ് കിടക്കുന്നത് അല്ലേ. അപ്പം ഈ അനാട്ടമിക്, അതായത് 12001 എന്ന് പറയുന്ന അനാട്ടമിക്കൽ ഗ്രൂപ്പിൽ ഈ ഫേസ് ഇൻക്ലൂഡഡ് അല്ല. അപ്പം നമുക്ക് എന്ത് ചെയ്യണം, അത് സെപ്പറേറ്റ് ആയിട്ട് കോഡ് ചെയ്യണം. ദാറ്റ് ഈസ് 12011. അപ്പോൾ ആൻസർ വരുന്നത് 12002ഉം 12011ഉം മോഡിഫയർ 59. അപ്പോൾ ഇതിൻ്റെ ലോജിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് മോഡിഫയർ 59 അപ്ലൈ ചെയ്തതിൻ്റെ ലോജിക്ക് സെയിം പ്രൊസീജിയർ ഡിഫറെൻറ്റ് അനാട്ടമിക്കൽ ലൊക്കേഷൻ അല്ലേ. ഇതെല്ലാം നമുക്ക് സെയിം പ്രൊസീജിയർ ഒരു ഗ്രൂപ്പിൽ വന്നതുകൊണ്ടാണ് 12002 എടുത്തത്. 12011 ഫേസിലാണ് അല്ലേ, ഡിഫറെൻറ്റ് അനാട്ടമിക്കൽ ലൊക്കേഷനാണ്. ഇവിടെ സിമ്പിൾ ഇൻ്റർമീഡിയറ്റ് കോംപ്ലക്സ് എന്നുള്ള ആ ഒരു കാറ്റഗറി ഇല്ല. 3 ചെയ്താലും നമ്മൾ റിപ്പയർ എന്ന ഒരു പ്രൊസീജിയറായിട്ടേ കൺസിഡർ ചെയ്യുള്ളൂ. അതുകൊണ്ടാണ് സെയിം പ്രൊസീജിയർ എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഒന്നാമത്തെ ഗൈഡ് ലൈനിൽ എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളത്. ഇനി ഞാൻ രണ്ടാമത്തെ ഗൈഡ് ലൈൻ ഡിസ്കസ് ചെയ്യുകയാണ്. ഡു നോട്ട് ആഡ് ലെങ്ത് ഓഫ് റിപ്പയേഴ്സ് ഫ്രം ഡിഫറെൻറ്റ് ഗ്രൂപ്പിംഗ്സ് ഓഫ് അനാട്ടമിക് സൈറ്റ്. എക്സാമ്പിൾ ഫേസ് ആൻഡ് എക്സ്ട്രിമിറ്റീസ്. നമ്മളെ കോഡ് ബുക്കിൽ തന്ന ആ ഒരു എക്സാമ്പിൾ തന്നെയാണ് ഞാൻ എടുക്കുന്നത്. എക്സാമ്പിൾ നോക്കാം. സിമ്പിൾ റിപ്പയർ ഓഫ് സ്കാൽപ്പ് മെഷറിംഗ് 0.5 സെൻറ്റിമീറ്റർ, ദാറ്റ് ഈസ് നെക്ക് മെഷറിംഗ് 0.6 സെൻറ്റിമീറ്റർ, ട്രങ്ക് മെഷറിംഗ് 2.0 സെൻറ്റിമീറ്റർ ആൻഡ് ചീക്ക് മെഷറിംഗ് 0.6 സെൻറ്റിമീറ്റർ. നേരത്തെ അതേ ക്വസ്റ്റ്യൻ തന്നെയാണ്. ഡു നോട്ട് ആഡ് മെഷർമെൻറ്റ് ഓഫ് ചീക്ക് അലോങ് വിത്ത് സ്കാൽപ്പ്, നെക്ക്, ട്രങ്ക് അല്ലേ. നമ്മൾ ചീക്ക് നമ്മൾ ആഡ് ചെയ്തിട്ടില്ല. അത് എന്തുകൊണ്ടാണ് വന്നേക്കുന്നത്, കണ്ടോ, 12011 എന്ന് പറഞ്ഞാൽ ഈ ഫേസ് അല്ലെങ്കിൽ ചീക്ക് എന്ന് പറയുന്ന ആ പാർട്ട് വന്നേക്കുന്നത് ഡിഫറെൻറ്റ് അനാട്ടമിക് ഗ്രൂപ്പിങ്ങിലാണ് വന്നേക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ആഡ് ചെയ്യാത്തത്. ഇപ്പോൾ നമുക്ക് ഈ ഒരു ലോജിക്ക് അറിഞ്ഞുകൂടാത്തൊരു വ്യക്തി എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ, സ്കാൽപ്പ് 0.5, നെക്ക് 0.6, ട്രങ്ക് 2.0, ദെൻ ചീക്ക് 6 സെൻറ്റിമീറ്റർ. അങ്ങനെ നമ്മൾ ഈ സ്കാൽപ്പും നെക്കും ട്രങ്കും കൂടെ കൂട്ടിയപ്പോൾ 3.1 സെൻറ്റിമീറ്റർ എന്നാണ് കിട്ടിയത്. അതിൻ്റെ കൂടെ 0.6 കൂടെ ആഡ് ചെയ്യുമ്പോൾ 3.7 സെൻറ്റിമീറ്റർ. 12002 എന്നുള്ള കോഡ് മാത്രം ചിലപ്പം കൊടുത്തു വിടും. അല്ലെങ്കിൽ 12011 കഴിഞ്ഞിട്ടുള്ള ഒരു കോഡുണ്ട്, അതായിരിക്കും കൊടുത്തു വിടുന്നത്. കാരണം നമുക്ക് അവർക്ക് എന്തറിയത്തില്ല, ഈ ഇതിൻ്റെ ഗൈഡ് ലൈൻ എന്താണെന്ന് അറിയത്തില്ല. അപ്പോൾ അവരെന്ത് ചെയ്യും, ഒന്നുകിൽ 12002 അല്ലെങ്കിൽ 12012 ആ കോഡായിട്ട് കൊടുത്തു വിടും. കാരണം എല്ലാം ചെയ്തേക്കുന്ന സിമ്പിൾ റിപ്പയർ അല്ല, എല്ലാം കൂടെ കൂട്ടി കൊടുക്കും. അപ്പോൾ നമ്മൾ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. കാരണം എന്താണ്, അതൊരു ഗൈഡ് ലൈൻ ആണ്. ഡിഫറെൻറ്റ് അനാട്ടമിക് ഗ്രൂപ്പിംഗ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, കോഡ് ചെയ്യാൻ പാടില്ല. അനാട്ടമിക് ഗ്രൂപ്പിംഗ് എന്ന് പറഞ്ഞാൽ 12001 ഗ്രൂപ്പുകൾ ഏതൊക്കെയാണ്, അനാട്ടമിക് ഗ്രൂപ്പ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ സ്കാൽപ്പ്, നെക്ക്, ആക്സില്ല, എക്സ്റ്റേണൽ ജെനിറ്റാലിയ, ട്രങ്ക് ആൻഡ് ഓർ എക്സ്ട്രിമിറ്റീസ് ഇൻക്ലൂഡിങ് ഹാൻഡ്സ് ആൻഡ് ഫീറ്റ് എല്ലാം കൂടെ ചേർത്തിട്ടാണ് ഈ 12001 അനാട്ടമിക് ഗ്രൂപ്പിംഗ് എന്ന് പറയുന്നത്. 12011 അനാട്ടമിക് ഗ്രൂപ്പിംഗ് എന്ന് പറയുന്നത് ഫേസ്, ഇയേഴ്സ്, ഐലിഡ്, നോസ്, ലിപ്പ് ആൻഡ് ഓർ മ്യൂക്കസ് മെംബ്രെയിൻ ആണ്. അപ്പം ഈ ഒരു പോയിന്റ് മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ കോഡ് ചെയ്യാൻ. അപ്പോൾ ഞാൻ നേരത്തെ പറയേണ്ട കാര്യമില്ല. ആൻസർ 12002 ദെൻ 12011 മോഡിഫയർ 59 നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. ഓക്കെ, അപ്പോൾ ഞാനിത് കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് നിങ്ങളെ കൺഫ്യൂഷൻ ചെയ്യുന്നില്ല. സെയിം ഒരു കോഡ് ഡിസ്ക്രിപ്ഷനിൽ സെയിം അനാട്ടമിക് ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ അതെന്ത് ചെയ്യുക, അത് നിങ്ങൾ ആഡ് ചെയ്യുക. ഇനി നമുക്ക് മൂന്നാമത്തെ ഗൈഡ് ലൈൻ ആണ്, ഡു നോട്ട് ആഡ് ടുഗദർ ദ ലെങ്ത് ഓഫ് ഡിഫറെൻറ്റ് ക്ലാസിഫിക്കേഷൻ.
നമ്മൾ നേരത്തെ ഡിഫറെൻ്റ് അനാട്ടമിക് ഗ്രൂപ്പിംഗ് പറഞ്ഞു. ഇവിടെ നമ്മൾ ഡിഫറെൻ്റ് ക്ലാസിഫിക്കേഷനാണ്. എക്സാമ്പിൾ ഇൻ്റർമീഡിയറ്റ് ആൻഡ് കോംപ്ലക്സ് റിപ്പയർ. ക്ലാസിഫിക്കേഷൻ ഒന്ന് ഉദ്ദേശിക്കുന്നത് ടൈപ്സ് ഓഫ് റിപ്പയർ ആണ്. അതായത് സിമ്പിള്, ഇൻ്റർമീഡിയറ്റ്, കോംപ്ലക്സ്. ഇത് വന്നു കഴിഞ്ഞാൽ നമ്മൾ ലെങ്തുകൾ തമ്മിൽ ആഡ് ചെയ്യുന്നത് എങ്ങനെയാണ് നമുക്കൊന്ന് നോക്കാം. ഇനി നോക്കാം. കോംപ്ലക്സ് റിപ്പയർ മെഷറിംഗ് 2.7 cm is performed on the left arm and an intermediate repair measuring 8.2 cm is performed on right arm. അത് മനസ്സിലാക്കുക. ഇവിടെ അതായത് ഡിഫറെൻ്റ് ക്ലാസിഫിക്കേഷൻ ഓഫ് റിപ്പയർ ആണ് വന്നേക്കുന്നത് അല്ലെങ്കിൽ അതായത് കോംപ്ലക്സ് റിപ്പയറും ഇൻ്റർമീഡിയറ്റ് റിപ്പയറും. ചെയ്തേക്കുന്ന സൈറ്റ് നോക്കിയാൽ ആമിലാണ്, പക്ഷേ കോംപ്ലക്സ് ലെഫ്റ്റ് ആമിലും അതുപോലെ ഇൻ്റർമീഡിയറ്റ് റൈറ്റ് ആമിലുമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് കോഡ്സ് ഒന്ന് എടുത്ത് നോക്കാം. അതായത് ഇപ്പോൾ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ്. കോംപ്ലക്സ് റിപ്പയർ 2.7 cm ലെഫ്റ്റ് ആമും ഇൻ്റർമീഡിയറ്റ് റിപ്പയർ 8.2 cm റൈറ്റ് ആമും. അപ്പോൾ നമ്മൾ കോഡ് ഡിസ്ക്രിപ്ഷൻ എടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ഡിഫറെൻ്റ് ക്ലാസിഫിക്കേഷൻ ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുകയാണ്, 2 സെക്ഷനായിട്ടായിരിക്കും നമുക്ക് കോഡ് വരുന്നത് അല്ലേ. അതായത് 13120 കോംപ്ലക്സ് റിപ്പയറും അതുപോലെ 12031 ഇൻ്റർമീഡിയറ്റ് റിപ്പയറുമാണ്. ഓക്കെ, ഇനി നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക. ഇവിടെ ആംസ് അതായത് കോംപ്ലക്സ് റിപ്പയറിൽ ആം പറയുന്നുണ്ട്. ആംസ് എന്ന് പറയുമ്പോൾ ഇവിടെ നോക്കുക, സിംഗുലർ ഫോം അല്ല, പ്ലൂറൽ ഫോം ആണല്ലേ ആംസ്. റൈറ്റ് ആമും ലെഫ്റ്റ് ആമും ചേർത്താണ് ആംസ് എന്ന് പറയുന്നത്. അതുപോലെ ലെഗ്സ് എന്ന് പറയുന്നത് 2 കാലും, റൈറ്റും ലെഫ്റ്റും കൂടെ ചേർത്താണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, അങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, മൈൻഡിൽ കൊണ്ടുവന്നിട്ട് നിങ്ങൾ ആൻസർ കണ്ടെത്തണം. ഓക്കെ, ഇനി ഇവിടെ നോക്കുക. ഇവിടെ ഇൻ്റർമീഡിയറ്റ് റിപ്പയർ ആണല്ലേ. ഇൻ്റർമീഡിയറ്റ് റിപ്പയർ ആണെങ്കിൽ എങ്ങനെയാണ്, ഇവിടെയും സെയിം തന്നെയാണ്. ഇവിടെ എക്സ്ട്രിമിറ്റീസ് എന്ന് പറഞ്ഞാൽ എക്സ്ക്ലൂഡിങ് ഹാൻഡ്സ് ആൻഡ് ഫീറ്റ് ആണ്. ഇവിടെ ഹാൻഡും ഇല്ല ഫീറ്റും ഇല്ല, ബാക്കി എല്ലാം ഉണ്ട് അല്ലേ. അപ്പം ആം എന്താണ്, ഹാൻഡ് എന്താണ്, അപ്പർ ആം എന്താണ്, ഫോർ ആം എന്താണ്, റിസ്റ്റ്, എൽബോ, ഷോൾഡർ, ഇതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, എവിടേക്കാണ് ക്ലാസിഫൈ ചെയ്തിട്ടേക്കെന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, ഇനി നമ്മൾ ഗൈഡ് ലൈൻ പറയുന്നത് ഡു നോട്ട് ആഡ് ടുഗദർ ദ ലെങ്ത് ഓഫ് ഡിഫറെൻറ്റ് ക്ലാസിഫിക്കേഷൻ. അതായത് ഡിഫറെൻറ്റ് ക്ലാസിഫിക്കേഷൻ ഉള്ള ലെങ്തുകൾ സെയിം അനാട്ടമിക് ഗ്രൂപ്പിംഗ് ആണെങ്കിൽ നിങ്ങൾ ആഡ് ചെയ്യാൻ പാടില്ല എന്നാണ്. ഇവിടെ നോക്കുക, കോംപ്ലക്സ് റിപ്പയർ ഞാൻ എടുക്കുകയാണ്. നമുക്കിവിടെ കോംപ്ലക്സ് റിപ്പയർ 2.7 cm ആണ്. അപ്പം ഇതൊന്നും അറിഞ്ഞിടാത്തൊരു വ്യക്തി എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ 2 രീതിയിൽ ചിലപ്പോൾ അവർ ആൻസർ ചെയ്യും. അതായത് കോംപ്ലക്സ് റിപ്പയർ ആമിൽ 2.7 cm, ഈ ഇൻ്റർമീഡിയറ്റ് ചിലപ്പോൾ അവർ കാണത്തില്ല, ചിലപ്പോൾ ഗൈഡ് ലൈൻ അറിയത്തില്ല. 8.2 cm റൈറ്റ് ആമും ഉണ്ട്. അപ്പോൾ അവർ ആദ്യം എടുക്കുന്ന കോഡ് നോക്കുമ്പോൾ ആംസ് എന്നുണ്ട്. അപ്പോൾ അവരെന്ത് ചെയ്യും, 2.7ഉം 8.2ഉം കൂടെ ആഡ് ചെയ്യും. അപ്പോൾ എത്ര കിട്ടും, 10.9 എന്ന് കിട്ടും. അപ്പോൾ എന്നിട്ട് എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 10.9 വരുന്ന കോഡ് എന്ത് ചെയ്യും, അവരെടുത്ത് അസൈൻ ചെയ്ത് വിടും. അത് തെറ്റാണ്. അതുപോലെ തന്നെ ഇൻ്റർമീഡിയറ്റ് റിപ്പയറിലും 10.9 വരുമ്പോൾ അവരെന്ത് ചെയ്യും, 1203 കാറ്റഗറി അല്ലെങ്കിൽ 120 കാറ്റഗറിയിൽ നിന്ന് എന്ത് ചെയ്യും, അവരെന്ത് ചെയ്യും, ആ കോഡ് എടുത്ത് അങ്ങ് വിടും. അപ്പോൾ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല, അങ്ങനെ ആഡ് ചെയ്യരുത്. കാരണം എന്താണ്, ഇത് ഡിഫറെൻറ്റ് ക്ലാസിഫിക്കേഷനാണ്. ഡിഫറെൻറ്റ് അനാട്ടമിക് ഗ്രൂപ്പിലും ആഡ് ചെയ്യാൻ പാടില്ല, ഡിഫറെൻറ്റ് ക്ലാസിഫിക്കേഷനിലും ആഡ് ചെയ്യാൻ പാടില്ല. ഓക്കെ, അപ്പം ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഗൈഡ് ലൈൻ ആണ്. ശ്രദ്ധിച്ചിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, കോഡ് ചെയ്യാൻ. ഇനി ഫൈനൽ ഗൈഡ് ലൈൻ എന്ന് പറഞ്ഞാൽ വെൻ മോർ ദാൻ 1 ക്ലാസിഫിക്കേഷൻ ഓഫ് wound is repaired, ലിസ്റ്റ് മോർ കോംപ്ലിക്കേറ്റഡ് ആസ് ദ പ്രൈമറി പ്രൊസീജിയർ ആൻഡ് ലെസ് കോംപ്ലിക്കേറ്റഡ് ആസ് ദ സെക്കൻഡറി പ്രൊസീജിയർ യൂസിങ് മോഡിഫയർ 59. അതായത് ഒന്നിൽ കൂടുതൽ ക്ലാസിഫിക്കേഷൻ ഉള്ള റിപ്പയർ വന്നു കഴിഞ്ഞാൽ മോസ്റ്റ് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ മോർ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള റിപ്പയർ ആദ്യം കോഡ് ചെയ്യുക, അത് കഴിഞ്ഞ് ലെസ് ആയിട്ടുള്ള കോഡ് ചെയ്യുക, അത് കഴിഞ്ഞിട്ട് വെരി ലെസ് ആയിട്ടുള്ളത് കോഡ് ചെയ്യുക. ഞാനിങ്ങനെ പറഞ്ഞതിൻ്റെ ഉദ്ദേശം നിങ്ങൾക്ക് മനസ്സിലാവും അല്ലേ. ആദ്യം കോംപ്ലക്സ് കോഡ് ചെയ്യുക, രണ്ടാമത് ഇൻ്റർമീഡിയറ്റ് ഉണ്ടെങ്കിൽ ഇൻ്റർമീഡിയറ്റ് കോഡ് ചെയ്യുക, മൂന്നാമത് സിമ്പിൾ റിപ്പയർ കോഡ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ രണ്ടാമത് കൊടുക്കുന്ന കോഡ്സിന് തൊട്ട് മോഡിഫയർ 59 അപ്ലൈ ചെയ്യാം. ശ്രദ്ധിക്കുക, അല്ല ആഡ് ഓൺ കോഡ്സ് എങ്ങാനും കയറി വരികയാണെങ്കിൽ അതിൽ 59 കൊടുക്കരുത്, ബാക്കി എല്ലാത്തിലും മോഡിഫയർ 59 കൊടുക്കുക. അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്നിൽ പ്രൈമറി കോഡിൻ്റെ കൂടെ കൊടുക്കരുത്, വേറെ ഏതെങ്കിലും കോഡിൻ്റെ കൂടെ മോഡിഫയർ 59 കൊടുക്കുക. നമ്മൾ നേരത്തെ കണ്ട എക്സാമ്പിൾ തന്നെ ഞാൻ എടുക്കുകയാണ്. അതായത് ലെഫ്റ്റ് ആമിൽ 2.7 cm കോംപ്ലക്സ് റിപ്പയറും റൈറ്റ് ആമിൽ 8.2 cm ഇൻ്റർമീഡിയറ്റ് റിപ്പയറും. അപ്പോൾ ഇതിൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ആരായിരിക്കും, കോംപ്ലക്സ് റിപ്പയർ. ലെസ് കോംപ്ലിക്കേറ്റഡ് ആരായിരിക്കും, ഇൻ്റർമീഡിയറ്റ് ആയിരിക്കും. അപ്പോൾ ഇൻ്റർമീഡിയറ്റിൽ എന്ത് ചെയ്യുക, നിങ്ങൾ മോഡിഫയർ 59 എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യുക. സിമ്പിളായിട്ടുള്ള കാര്യം അല്ലേ. 131 13121 12034. ഇവിടെ 1 ടൈപ്പിംഗ് എററാണ്, അതൊന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. കോഡ് ബുക്ക് ഓപ്പൺ ചെയ്ത് നോക്കുക. സിമ്പിളായിട്ടുള്ള 4 ഗൈഡ് ലൈൻ. ഈ 4 ഗൈഡ് ലൈൻ ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഈ സെക്ഷൻ നമുക്ക് നന്നായിട്ട് കോഡ് ചെയ്യാൻ പറ്റും. ഒരു കാര്യം എപ്പോഴും ശ്രദ്ധിക്കുക, റിപ്പയർ എന്ന് പറഞ്ഞാൽ ചിലപ്പം റിപ്പയർ മാത്രമായിട്ടും ചോദിക്കും, അല്ലെങ്കിൽ നേരത്തെ നമ്മൾ കണ്ട പോലെ എക്സിഷൻ ഇല്ലേ, എക്സിഷൻ്റെ കൂടെയൊക്കെ ചോദിക്കും. അപ്പം അവിടെയും ഈ സാധനങ്ങളൊക്കെ കോഡ് ചെയ്യേണ്ടി വരും. എക്സിഷനിൽ ശ്രദ്ധിക്കേണ്ട കാര്യം ശ്രദ്ധിക്കണം, ഈ കാര്യവും ശ്രദ്ധിക്കണം. എല്ലാ കാര്യവും ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ഫൈനൽ ആൻസർ ഐഡൻറ്റിഫൈ ചെയ്യാൻ. ഓക്കെ, ഇനി നമുക്ക്
ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ, അതായത് റിപ്പയറിൻ്റെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ റിപ്പയർ വരുന്ന ഏതെങ്കിലും എവിടെന്നെങ്കിലും ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ക്വസ്റ്റ്യനിൽ നിന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് കോഡ് ചെയ്യാം എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ഒന്നാമത്തത് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്, ഐഡൻറ്റിഫൈ ദ ടൈപ്പ് ഓഫ് റിപ്പയർ യൂസ്ഡ് ഇൻ ഡിഫറെൻറ്റ് അനാട്ടമിക്കൽ പാർട്ട്. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരും, അതായത് പേഷ്യൻ്റ് വീണു, അല്ലെങ്കിൽ വണ്ടി ഇടിച്ചു, അല്ലെങ്കിൽ കത്തി കൊണ്ട് കീറി, അല്ലെങ്കിൽ ആരും കത്തി കൊണ്ട് കുത്തി കീറി എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ വരും. ലാസറേഷൻ സംഭവിച്ചു. അപ്പോൾ ലാസറേഷൻ റിപ്പയർ ചെയ്തത് ആം, നെക്ക്, ഹെഡ്, സ്കാൽപ്പ്, അതുപോലെ ബാക്ക്, ലെഗ്, ആം എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ തരും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ, ഓരോ അനാട്ടമിക്കൽ സൈറ്റിലും ഏത് റിപ്പയർ ആണ് ചെയ്തത്, എത്ര മെഷർമെൻ്റ് ആണെന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, ഐഡൻറ്റിഫൈ ചെയ്യുക. രണ്ടാമത്തത്, ആഡ് ടുഗദർ ദ ലെങ്ത് ഓഫ് ദോസ് ഇൻ സെയിം അനാട്ടമിക് ലൊക്കേഷൻ വിത്ത് ദ സെയിം കാറ്റഗറി. അതായത് നമ്മൾ ഗൈഡ് ലൈൻ പറഞ്ഞ പോലെ സെയിം അനാട്ടമിക് ഗ്രൂപ്പിലാണ്, സെയിം ക്ലാസിഫിക്കേഷൻ ആണ് എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ആഡ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് മൂന്നാമത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, കോഡ് ഫസ്റ്റ് കോംപ്ലിക്കേറ്റഡ് റിപ്പയർ ആസ് പ്രൈമറി പ്രൊസീജിയർ ആൻഡ് ലെസ് കോംപ്ലിക്കേറ്റഡ് ആസ് എ സെക്കൻഡറി പ്രൊസീജിയർ യൂസിങ് മോഡിഫയർ 59. അപ്പം ഒന്നിൽ കൂടുതൽ റിപ്പയർ ഒക്കെ ഉണ്ടെങ്കിൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക, പ്രൈമറി ആയിട്ട് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ലെസ് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളത് അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്യുക. അതിൽ മോഡിഫയർ 59 അപ്ലൈ ചെയ്യുക. ഈ മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഗൈഡ് ലൈൻ ആണ്, നമ്മുടെ കോഡ് ബുക്ക് തന്നെ പറഞ്ഞു തരുന്നതാണ് അങ്ങനെ കൊടുക്കണം എന്നുള്ള കാര്യം, അല്ലാണ്ട് നമ്മൾ ആഡ് ചെയ്ത ഒന്നുമല്ല, ഓൾറെഡി ഫിക്സഡ് ആയിട്ടുള്ള കാര്യമാണ്. ഫൈനലി ഫോളോ ദ ഗൈഡ് ലൈൻസ്. എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞു എന്ന് ചോദിച്ചാൽ, ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ, അതായത് റിപ്പയറിൻ്റെ ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ അത് സിമ്പിൾ ആണെന്ന് എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ ഞാൻ ഡിസ്കസ് ചെയ്തു. ഇൻ്റർമീഡിയറ്റ് ആണ് എങ്കിൽ എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാം എന്നുള്ള കാര്യം ഡിസ്കസ് ചെയ്തു. കോംപ്ലക്സ് ആണെങ്കിൽ കോംപ്ലക്സ് ആയിട്ട് തരും, അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. പക്ഷേ സിമ്പിളും ഇൻ്റർമീഡിയറ്റും നിങ്ങൾ ക്വസ്റ്റ്യനിൽ നിന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് തന്നെ മുന്നോട്ട് പോകണം. മിക്കവാറും ചിലപ്പം തരത്തില്ല, സിമ്പിളാണെന്ന് അവരെടുത്ത് പറയത്തില്ല. സിംഗിൾ ലെയർ ക്ലോഷർ എന്നോ, ലെയേർഡ് ക്ലോഷർ എന്നോ, കണ്ടാമിനൻസ് റിമൂവൽ എന്നോ, അല്ലെങ്കിൽ വൺ സ്റ്റിച്ച് ഈസ് യൂസ്ഡ് എന്നോ അങ്ങനെയൊക്കെ പറയത്തുള്ളൂ. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, അതിനനുസരിച്ച് നിങ്ങൾ കോഡ്സ് അസൈൻ ചെയ്യുക. ഇനി ഈ ഒരു പോയിന്റ് എപ്പോഴും ഓർത്തിരിക്കുക, മോസ്റ്റ് കോംപ്ലക്സ്, അതായത് നമ്മൾ മൂന്നാമത്തെ കാര്യം പറഞ്ഞില്ലേ, കോംപ്ലിക്കേറ്റഡ് റിപ്പയർ ഫസ്റ്റ് കൊടുക്കുക. ഇതിൽ നോക്കുമ്പോൾ ഫസ്റ്റ് കോംപ്ലിക്കേറ്റഡ് കോംപ്ലക്സ് റിപ്പയറും പിന്നെ ഇൻ്റർമീഡിയറ്റും സിമ്പിൾ റിപ്പയറുമാണ്. ഇനി ഞാൻ കൂടുതൽ പറയേണ്ട കാര്യമില്ല, ഇതിൽ നിങ്ങൾക്ക് എങ്ങനെ വന്നാലും എങ്ങനെ അറേഞ്ച് ചെയ്യാന്നുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടി എന്ന് ഞാൻ വിചാരിക്കുന്നു. നമുക്കിനി എന്തായാലും ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ കണ്ടിട്ട് നമുക്ക് ഈ ഒരു സെഷൻ വൈൻഡപ്പ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, ടീന ഫെൽ ഫ്രം എ സ്റ്റെപ്പ് ലാഡർ വൈൽ ക്ലിയറിംഗ് ഡ്രെയിൻ ഗട്ടേഴ്സ് അറ്റ് ഹെർ ഹോം. She suffered contusion and multiple lacerations. At the emergency room, she received sutures for laceration to her arm, hand and foot. The doctor completed the following repairs. Superficial repair to the arm of 12.8 cm, a single layered closure of 7.9 cm that require extensive cleaning and removal of glass from the hand, and a simple repair of foot 9.6 cm. How would you report the wound repair? അപ്പോൾ നമുക്ക് പ്രൊസീജിയർ മനസ്സിലായല്ലേ, വൂണ്ട് റിപ്പയർ ആണ് ചോദിച്ചിരിക്കുന്നത്. ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ, ടീന ലാഡറിൽ നിന്ന് വീണു, കൺഡ്യൂഷനും ലാസറേഷനും സംഭവിച്ചു. അപ്പോൾ ലാസറേഷൻ റിപ്പയർ ചെയ്ത കാര്യമാണ് പറയുന്നത്. ആമിൽ ലാസറേഷൻ ഉണ്ട്, ഹാൻഡിൽ ലാസറേഷൻ ഉണ്ട്, ഫൂട്ടിൽ ലാസറേഷൻ ഉണ്ട്. ഇനി ഇവിടെ പറയുന്നത് ആമിൽ 12.8 cm സൂപ്പർഫിഷ്യൽ റിപ്പയർ ചെയ്തു. സിംഗിൾ ലെയർഡ് ക്ലോഷർ ഓഫ് 7.9 cm ദാറ്റ് റിക്വയർ എക്സ്റ്റെൻസീവ് ക്ലീനിങ് ആൻഡ് റിമൂവൽ ഓഫ് ഗ്ലാസ് ഫ്രം ദ ഹാൻഡ്. ഹാൻഡിൽ നിന്ന് 7.9 cm ഉണ്ട്, അതിൽ കുറേ പൊടിയും ഗ്ലാസും ഒക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം ക്ലീൻ ചെയ്തതിന് ശേഷമാണ് സ്യൂച്ചർ ഇട്ടത്. പിന്നെ 9.6 cm ഫൂട്ടിൽ റിപ്പയർ ചെയ്തു എന്ന് പറഞ്ഞു. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ നിന്ന് നമ്മളിപ്പോൾ ഐഡൻറ്റിഫൈ ചെയ്ത കാര്യങ്ങൾ. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നോക്കുകയാണെങ്കിൽ, ഐഡൻറ്റിഫൈ ദ ടൈപ്പ് ഓഫ് റിപ്പയർ യൂസ്ഡ് ഇൻ ഡിഫറെൻറ്റ് അനാട്ടമിക്കൽ പാർട്ട് അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഡിഫറെൻറ്റ് അനാട്ടമിക്കൽ പാർട്ടിലുള്ള ഏതൊക്കെയാണ്, സിമ്പിളാണോ ഇൻ്റർമീഡിയറ്റ് ആണോ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുക. ആമിൽ സിമ്പിൾ റിപ്പയർ ആണല്ലേ, കാരണം അവിടെ ആമിൽ പറഞ്ഞിരിക്കുന്ന സൂപ്പർഫിഷ്യൽ റിപ്പയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സിമ്പിൾ റിപ്പയർ ആയിട്ട് എടുക്കും. അതുപോലെ ഫൂട്ടിൽ നോക്കുകയാണെങ്കിൽ സിമ്പിൾ റിപ്പയർ ആണെന്ന് എടുത്ത് പറയുന്നുണ്ട്. പക്ഷേ ഹാൻഡിൽ 7.9 cm ക്ലീനിങ്, അതായത് കണ്ടാമിനൻസ് എന്ന് പറയും. ഗ്ലാസ് ഇൻഡിക്കേറ്റ്സ് ഇൻ്റർമീഡിയറ്റ് റിപ്പയർ, അതായത് ഇവിടെ ഗ്ലാസും പൊടിയും അഴുക്കും ഒക്കെ കയറിയിരുന്നു, അത് ക്ലീൻ ചെയ്തതിന് ശേഷമാണ് 7.9 cm വൂണ്ട് റിപ്പയർ ചെയ്തത്. അപ്പോൾ അതെന്താണ്, ഇൻ്റർമീഡിയറ്റ് റിപ്പയർ ആണ്. ഇനി ആഡ് ടുഗദർ ദ ലെങ്ത് ഓഫ് ദോസ് ഇൻ സെയിം അനാട്ടമിക് ലൊക്കേഷൻ വിത്ത് സെയിം കാറ്റഗറി. അപ്പോൾ സെയിം അനാട്ടമിക് ഗ്രൂപ്പിംഗ് വരികയാണെങ്കിൽ നമുക്കത് എന്ത് ചെയ്യാം, ആഡ് ചെയ്യാം. അപ്പം നമുക്ക് ഇൻ്റർമീഡിയറ്റിൽ നമുക്ക് ആഡ് ചെയ്യേണ്ട കാര്യമില്ല, കാരണം ഇൻ്റർമീഡിയറ്റ് ഒരു സ്ഥലത്ത് മാത്രമേ ചെയ്തിട്ടുള്ളൂ. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, സിമ്പിൾ റിപ്പയർ കോഡ് എടുത്ത് നോക്കുക, അതിൽ ആമും അതുപോലെ തന്നെയാണ് ഫൂട്ടും വരുന്ന ഉണ്ടോ എന്ന് നോക്കുക. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ആഡ് ചെയ്യുക.
ഇവിടെ കണ്ടോ ഇൻ്റർമീഡിയറ്റ് റിപ്പയറിൽ നമുക്ക് ആഡ് ചെയ്യേണ്ട കാര്യമില്ല. പക്ഷേ നിങ്ങൾ 1200 കോഡ് സെക്ഷനിലെടുത്ത് നോക്കിയാൽ അതിൻ്റെ സ്റ്റാൻഡ് അലോൺ കോഡ് പോയി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആമും ഫൂട്ടും അതിൽ കാണാൻ സാധിക്കും. അപ്പോൾ 12.8ഉം 9.6ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ 22.4 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. ഇനി മൂന്നാമത്തത് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. അതിൽ ഏറ്റവും കോംപ്ലക്സ് ആയിട്ടുള്ള റിപ്പയർ ഫസ്റ്റ് കോഡ് ചെയ്യുക, ലെസ് കോംപ്ലക്സ് ആയിട്ടുള്ള സെക്കൻഡ് കോഡ് ചെയ്യുക, അതിൽ മോഡിഫയർ 59 അപ്ലൈ ചെയ്യുക, നമ്മുടെ ഗൈഡ് ലൈൻ ആണ്. അപ്പോൾ ഇൻ്റർമീഡിയറ്റും സിമ്പിളും വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം ഇൻ്റർമീഡിയറ്റ് കോഡ് ചെയ്യുക, ഫൈനലി എന്ത് കോഡ് ചെയ്യുക, സിമ്പിൾ റിപ്പയർ കോഡ് ചെയ്യുക, എന്നിട്ട് അതിൽ മോഡിഫയർ 59 അപ്ലൈ ചെയ്യുക. അപ്പോൾ ഇങ്ങനെയാണ് റിപ്പയർ കോഡ് ചെയ്യുന്നത്. ശ്രദ്ധിക്കുക, ഈ ഒരു കോഡ് റിപ്പയറിന് വേണ്ടി മാത്രം ഉള്ളതാണ്. നമുക്ക് വേറെ പ്രൊസീജിയറിൻ്റെ കൂടെ റിപ്പയറിങ്ങിന് വരാറുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഇതേ കാര്യങ്ങളും മറ്റേ നിങ്ങൾ ഏതാണോ കോഡ് ചെയ്യുന്നത് അതിൻ്റെ കാര്യങ്ങളൊക്കെ നന്നായിട്ട് പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് എളുപ്പത്തിൽ കോഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ശ്രദ്ധിച്ച് കോഡ് ചെയ്യുക. നമ്മൾ ഈ സംഗതി ഫസ്റ്റ് സെഷൻ തൊട്ടേ, അതായത് നമ്മൾ കുറേ ബയോപ്സിയുടെ കാര്യം IND ഒക്കെ എന്ന് പറഞ്ഞൊക്കെ ഒരുപാട് പഠിച്ചിട്ടുണ്ട്. അതിലൊക്കെ എന്ത് ചെയ്യും, ഇതിൻ്റെ കൂടെ വരാം. അപ്പോൾ നിങ്ങൾ ഈ കാര്യം നന്നായിട്ട് പഠിച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട് കോഡ് ചെയ്യാൻ പറ്റും. ഓക്കെ.